സ്വർഗത്തിൽ എന്നിരിക്കുന്ന സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കിയ, എന്നെ നിലനിർത്തുന്ന, എന്നെ പ്രാപ്തനാക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എനിക്കിവിടെ കടന്നു വരുവാൻ അവസരമൊരുക്കിയ OPയുടെ പാസ്റ്റർ ജോൺ ഫിലിപ്പ്, അതുപോലെ തന്നെ കൗൺസിൽ ഭാരവാഹികൾ, കൗൺസിൽ മെമ്പേഴ്സ്, ഈ സഭയുടെ വാത്സല്യ സഹോദരി സഹോദരന്മാർ, അയൽ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ഞാൻ പ്രാരംഭമായി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിക്കുന്നു. കാരണം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ക്ലാസ് ഉപസംഹരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് എന്റെ ശരീരത്തിൽ ക്ഷീണം അനുഭവിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വളരെ വേഗം അവസാന ഭാഗം അവസാനിപ്പിച്ചത്. നിങ്ങൾ എന്റെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. എബ്രായ ലേഖനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ് നാം വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം ഉയർത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ എബ്രായ ലേഖനം എങ്ങനെ വരച്ചു കാണിക്കുന്നു, ആ നിലയിൽ തന്നെ വചനത്തിൽ എങ്ങനെ അവതരിപ്പിക്കുന്നുവോ അതിലൊട്ടും കുറയ്ക്കാതെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അതിൻ്റെതായ നിലയിൽ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തണം എന്നുള്ള ആഗ്രഹത്തോടും താല്പര്യത്തോടുമാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. വചന ശുശ്രൂഷ ഫലപ്രദമാകണമെങ്കിൽ ദൈവമക്കളുടെ കൂട്ടായ പ്രാർത്ഥന ആവശ്യമാണ്. ഈ സഭ പ്രാർത്ഥിക്കുന്ന സഭയാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നിന്നത്. നാം എബ്രായ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട 4 അധ്യായങ്ങൾ ഇനി നമ്മുടെ മുമ്പിലുണ്ട്. 4 കൂടുതൽ അധ്യായങ്ങളുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ഏത് നിലയിലാണ് പുരോഹിത ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാ നിലയിൽ, അതുപോലെ തന്നെ ദേവാലയത്തിൽ ഏത് നിലയിലുള്ള ശുശ്രൂഷകളാണ് പഴയ നിയമ പുരോഹിതന്മാർ നടത്തിയത്, അതിനെ എങ്ങനെയാണ് കർത്താവ് റീപ്ലേസ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവ് ശുശ്രൂഷയ്ക്ക് യോഗ്യനായി തീർന്നത്, ഇന്ന് കർത്താവ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എവിടെയാണ്, നമ്മോടുള്ള ബന്ധത്തിൽ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള മനോഹരമായ ഭാഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത് പ്രധാനമായും എബ്രായ ലേഖനത്തിലെ പ്രബോധനങ്ങളായി. ഇനിയും പ്രബോധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വാസ്തവത്തിൽ നാം ഉൾക്കൊള്ളേണ്ടതായ, നാം അനുവർത്തിക്കേണ്ടതായ നിരവധി വിഷയങ്ങൾ ഈ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. നാം ആരംഭത്തിൽ കണ്ടു കർത്താവായ യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. നാം പിന്നീട് ചിന്തിച്ചു യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവനാണ്, യേശുക്രിസ്തു മോശയേക്കാൾ വലിയവൻ ആണെന്നുള്ളത് നാം കണ്ടു. ഇങ്ങനെ താരതമ്യം ചെയ്ത് യേശുക്രിസ്തുവിനെ ഉയർത്തിയാണ് എബ്രായ ലേഖനം വിഷയങ്ങളെ അവതരിപ്പിക്കുന്നത്. എന്നാൽ നാം ഇനി പ്രധാനമായും ചിന്തിക്കുവാൻ പോകുന്ന ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു എബ്രായ ചരിത്രത്തിലെ അല്ലെങ്കിൽ യഹൂദ ചരിത്രത്തിലെ 2 പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അവരെക്കാൾ വലിയവനാണ് എന്ന് സ്ഥാപിക്കുകയാണ്. ഒന്നാമത്തെ മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ യഹൂദ സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്തതായ, അല്ലെങ്കിൽ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്തതായ അഹരോനേക്കാൾ യേശുക്രിസ്തു വലിയവനാണെന്ന് ഈ ലേഖനം തുടർന്ന് നാം കാണുവാൻ പോകുന്ന ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ എബ്രായ ക്രിസ്ത്യാനികളുടെ പിതാവ് എന്നുള്ള നിലയിൽ അവരെപ്പോഴും ഊറ്റം കൊണ്ടിരുന്ന അല്ലെങ്കിൽ അഭിമാനിച്ചിരുന്ന അബ്രഹാം എന്ന് പറയുന്ന ആ വ്യക്തി മൽക്കീസദേക്കിനേക്കാൾ താഴെയാണ്, അല്ലെങ്കിൽ മൽക്കീസദേക്ക് എന്ന് പറയുന്ന ശാലേം രാജാവിനേക്കാൾ കുറഞ്ഞവനാണ്, താഴത്തെ നിലയിലാണ് എന്നുള്ള നിലയിൽ ആ ഭാഗം വരികയാണ്. അപ്പോൾ യഹൂദന്റെ മനസ്സിൽ ഉന്നതമായ സ്ഥാനം നൽകി കർത്താവായ യേശുക്രിസ്തുവിനേക്കാൾ ഏതെങ്കിലും നിലയിൽ പ്രാധാന്യം കൊടുത്തു അല്പമെങ്കിലും ഉയർത്തി ചിന്തിച്ചു കൊണ്ടിരുന്ന വ്യക്തികളെ ഓരോന്നോരോന്നായി എബ്രായ ലേഖനം അവതരിപ്പിച്ചിട്ടോ ഇതൊന്നും യേശുക്രിസ്തുവിന് തുല്യനല്ല എന്ന് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം. അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല എന്നോ നാം മലയാളത്തിൽ ഒരു ഗാനം പാടാറുണ്ട്. അത് വാസ്തവത്തിൽ ഈ എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലുള്ളതാണ്. അവനെ പോലെ ആരാധ്യനായിട്ട് ആരുമില്ല, അവന്റെ നാമത്തിന് തുല്യമായൊരു നാമമില്ല, അവന്റെ മുമ്പിലാണ് സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന ഒരു ദിവസമുണ്ടെന്നുള്ളത് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ദൈവത്തിന്റെ സ്തോത്രം. നാം പ്രാർത്ഥനയോടുകൂടി ഈ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ആരംഭത്തിൽ നമുക്ക് വായിക്കാം. എബ്രായർ 5:10. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അതിനുശേഷമായിട്ട് ഉൽപ്പത്തി പുസ്തകം
14 അധ്യായം, ജനസിസ് ചാപ്റ്റർ 14, 17 to 24. അവൻ കെദോർ ലയോമിറിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജ താഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അന്ന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. സങ്കീർത്തനം 114, Psalms 110, verse 4. നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഓർമ്മിച്ചതുപോലെ മൽക്കീസേദെക്ക് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ കഥാപാത്രം പഴയ നിയമത്തിൽ 2 സ്ഥലങ്ങളിൽ മാത്രം പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് മൽക്കീസേദെക്ക്. ആ മൽക്കീസേദെക്കിനെ പിന്നീട് നാം കാണുന്നത് പുതിയ നിയമത്തിൽ ഇവിടെ എബ്രായ ലേഖനത്തിലാണ്. ആകെ വേദപുസ്തകത്തിൽ 3 സ്ഥലങ്ങളിൽ, എബ്രായ ലേഖനത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ, സങ്കീർത്തനത്തിൽ 3 സ്ഥലങ്ങളിൽ മാത്രം പരാമർശിക്കുന്ന ഒരു വ്യക്തിയാണ് മൽക്കീസേദെക്ക്. ഈ ഭാഗം ഞാൻ നിങ്ങളുമായി പങ്കെടുപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ വളരെ സമയം ഞാൻ ഇതിന്റെ മുമ്പിൽ ഇരുന്നു. എനിക്ക് കിട്ടിയ അറിവ്, എന്റെ ധാരണ, ദൈവവചനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ധാരണ ഇതിനോട് ഒത്തുവരണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇത് കേട്ടതിന് ശേഷം പൂർണ്ണമായും നിങ്ങൾ ഞാൻ ഈ പറയുന്ന അംഗീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല. എന്നാൽ ബെരോവയിലെ ഉത്തമന്മാരെ പോലെ ദൈവവചനം വെച്ചുകൊണ്ട് നിങ്ങൾ വരും ദിവസങ്ങളിൽ ഇതിനെ ശോധന ചെയ്യണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. സാധാരണ ഈ ഭാഗമെടുത്ത് പല നിലകളിൽ ആളുകൾ വ്യാഖ്യാനിച്ച് നാം കേട്ടിട്ടുമുണ്ട്. നമ്മുടെ ഇടയിൽ സ്ഥാനം തെറ്റി മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുമുണ്ട്. ചിലരോടൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആൾ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമാണെന്നും ഇൻഡയറക്റ്റ് ആയിട്ട് നാം വേറെ അർത്ഥമർത്ഥ പറയാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ആത്മീയ ഗോളത്തിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ ഈ പ്രയോഗമുണ്ട്. നാം സംബന്ധിച്ചേ പറ്റും. എന്നാൽ നാം ഇന്ന് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്ന വിഷയമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്ന വിഷയത്തിൽ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ക്രമം അല്ലെങ്കിൽ ഓർഡർ എന്താണ് എന്നുള്ളതാണ്. അത് താരതമ്യം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആരുടെ ക്രമത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ഈ മൽക്കീസേദെക്ക് എന്ന് പറയുന്ന ആളിനെ കൊണ്ടുവരികയാണ്. നാം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം നാം കാണുമ്പോൾ അതിൽ അബ്രഹാമും മൽക്കീസേദെക്കും എന്നുള്ള നിലയിൽ നാം ചിന്തിക്കുമ്പോൾ ഈ മൽക്കീസേദെക്കിനെ നാം കാണുന്നത് ഒരേ സമയം രാജാവും പുരോഹിതനും എന്നുള്ള നിലയിലാണ്. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന നിയമം അനുസരിച്ച് ഒരാൾക്ക് രാജാവും പുരോഹിതനുമായിട്ട് ഒരു സമയത്ത് ഇരിക്കാൻ കഴിയുകയില്ല. പുരോഹിതന്റെ ശുശ്രൂഷ ചെയ്യണം, രാജാവ് രാജാവിൻ്റെതായ ദൗത്യം നിർവഹിക്കണം. അപ്പോൾ രണ്ടും കൂടി ചെയ്യുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. പുരോഹിതൻ രാജകീയ സ്ഥാനത്ത് വരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. എന്നാൽ ഈ മൽക്കീസേദെക്കിനോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത് ഒരേ സമയത്ത് തന്നെ അദ്ദേഹം പുരോഹിതനായിരുന്നു, ഒരേ സമയത്ത് തന്നെ അദ്ദേഹം രാജാവുമായിരുന്നു. ഞാനത് വിശദീകരിക്കാം. അടുത്തതായിട്ട് നാം നോക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേര് ഒരു സിഗ്നിഫിക്കന്റ് നെയിമാണ്. ഈ മൽക്കീസേദെക്ക് എന്നുള്ള പേര് വളരെ അർത്ഥവത്തായ ഒരു പേര്. അതും ഞാൻ വിശദീകരിച്ചു തരാം. മറ്റൊന്ന്, അബ്രഹാം എന്ന് പറയുന്ന എബ്രായരുടെ പൂർവ്വ പിതാവ്, അല്ലെങ്കിൽ എബ്രായർ ഏറ്റവും അഭിമാനമായി കരുതുന്ന അബ്രഹാമിന്റെ കയ്യിൽ നിന്നും ദശാംശം ഏറ്റുവാങ്ങിയ ആളാണ് മൽക്കീസേദെക്ക്. അപ്പോൾ അബ്രഹാമിന്റെ കയ്യിൽ നിന്നും ദശാംശം ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണമുള്ള യോഗ്യത ഈ മൽക്കീസേദെക്കിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്ക്
നമുക്ക് യാതൊരു ഊഹവുമില്ല. ഇദ്ദേഹത്തിന്റെ പിതാവാരാണ്, മാതാവാരാണ്, ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ആരാണ്, ഏത് സ്ഥലക്കാരനാണ്, ശാലേമിലെ രാജാവാണെന്നല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും, കുടുംബ പശ്ചാത്തലമൊന്നും നമുക്കറിഞ്ഞുകൂടും. എന്നാൽ ഈ മൽക്കീസദേക്കിനെ നാം നോക്കുമ്പോൾ അബ്രഹാം കൊടുത്തതായ ദശാംശം അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം സ്വീകരിച്ചതിന് പോലെ തന്നെ അബ്രഹാമിൽ നിന്നും ദശാംശം സ്വീകരിച്ചുകൊണ്ട് അബ്രഹാമിനെ ഇയാൾ അനുഗ്രഹിച്ചു. അപ്പോൾ ഒരാൾ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് ഉയർന്നവൻ താഴ്ന്നവനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. താഴ്ന്ന ഒരാൾ ഉയർന്നവനെ അനുഗ്രഹിക്കാറില്ല. അപ്പോൾ ഉന്നത നിലയിലുള്ള ഒരാളാണ് താഴെ നിലയിലുള്ളതായ ആളിനെ അനുഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മൽക്കീസദേക്കിന്റെ മുമ്പിൽ അബ്രഹാം താഴ്ന്ന നിലയിലും മൽക്കീസദേക്ക് അബ്രഹാമിനേക്കാൾ ഉന്നതമായ നിലയിലുമാണ്. കാരണം അബ്രഹാം ദശാംശം അങ്ങോട്ട് കൊടുത്തു, മൽക്കീസദേക്ക് തിരിച്ച് ആ ദശാംശം സ്വീകരിച്ചുകൊണ്ട് മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. നമ്മുടെ പൊതുവായി പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ മൽക്കീസദേക്ക് ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. മൽക്കീസദേക്ക് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല, അല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യനായിരുന്നു എന്ന് തന്നെയാണ് ഉത്തരം. അപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ആരംഭമില്ല അവസാനമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. അപ്പോൾ മൽക്കീസദേക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരുന്നു, ശാലേമിലെ രാജാവായിരുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കും. അപ്പോൾ ശാലേം രാജാവായിരുന്ന മൽക്കീസദേക്ക്, നിങ്ങൾ ഇതിന്റെ പശ്ചാത്തലം കൂടി ഓർക്കണം. എബ്രായ ക്രിസ്ത്യാനികളെ പ്രബോധിപ്പിക്കുകയാണ്. നാം നേരത്തെ ചിന്തിച്ചു, എബ്രായ ക്രിസ്ത്യാനികൾ ഈ വന്നിരിക്കുന്ന ആത്മീയ കൂട്ടായ്മയിൽ നിന്നും മടങ്ങിപ്പോകുന്നതിനുള്ളതായ തയ്യാറെടുപ്പിലാണ്, അല്ലെങ്കിൽ വിട്ടിട്ടു പോകുന്നതായ അവസ്ഥയിലേക്കുള്ള മടങ്ങിപ്പോക്കിന് വേണ്ടി ഹൃദയത്തിൽ ചിന്തിക്കുന്ന നിലയിലാണ് നാം കാര്യങ്ങൾ കണ്ടത്. അപ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങൾ വിട്ടിട്ട് പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ അനുഭവത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾ വിട്ടിട്ട് പോകുന്ന മഹാപുരോഹിതനേക്കാൾ മികച്ച മഹാപുരോഹിതൻ ഇവിടെയുണ്ട്. നിങ്ങൾ വിട്ടിട്ട് പോകുന്ന ആലയത്തെക്കാൾ നല്ല ആലയം ഇവിടെയുണ്ട്. നിങ്ങൾ വിട്ടിട്ട് പോകുന്ന പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠമായ അനുഭവം ഇവിടെയുണ്ട് എന്നുള്ള നിലയിൽ ഉന്നതമായ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് സ്ഥാപിക്കുവാൻ ഈ ലേഖകൻ തുടങ്ങുന്നത്. അങ്ങനെ സ്ഥാപിക്കുവാൻ തുടങ്ങുമ്പോൾ ഒരു സാങ്കല്പിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചാൽ എബ്രായ ക്രിസ്ത്യാനികൾ ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ചരിത്ര പുരുഷനെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എബ്രായ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുവാൻ പോകുന്നില്ല. അപ്പോൾ ഈ മൽക്കീസദേക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആരംഭവും എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അവസാനവും പറഞ്ഞിട്ടില്ല എന്ന് നാം നോക്കിയാൽ, ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ നാം നോക്കിയാൽ ഇത് പരസ്പരം ലിങ്ക് ചെയ്താണ് കിടക്കുന്നത്, പരസ്പരം ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഓർക്കണം, ഉൽപ്പത്തി പുസ്തകത്തിൽ മോശ അത് രേഖപ്പെടുത്തുമ്പോൾ, പരിശുദ്ധാത്മാവിനെ മോശ അത് എഴുതുമ്പോൾ ഈ പറയുന്ന മൽക്കീസദേക്കിനെ കുറിച്ച് ഇത്രയേ രേഖപ്പെടുത്തിയുള്ളൂ. സങ്കീർത്തനക്കാരൻ തന്റെ സങ്കീർത്തനത്തിൽ അല്പമായി ഒന്ന് പരാമർശിച്ചു, എന്നിട്ട് ഇദ്ദേഹത്തെ വിടുകയാണ്. ഭാവിയിൽ ഈ പേര് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് മഹത്തായ ഒരർത്ഥം സ്ഥാപിക്കേണ്ടതുണ്ടെന്ന് പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു. അതിനുവേണ്ടി എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ വീണ്ടും ഈ വ്യക്തിയെ അവതരിപ്പിക്കുകയാണ്. ദൈവപുത്രനായ ക്രിസ്തുവിന് തുല്യനായിട്ടോ ആ രാജകീയ വിഷയത്തോടുള്ള ബന്ധത്തിൽ യാതൊരു രാജകീയ വിഷയവും പൗരോഹിത്യവും ഒന്നിച്ച് കൈയാളിയിരുന്ന അല്ലെങ്കിൽ ഒന്നിച്ച് നിലനിർത്തിയിരുന്ന ഈ മൽക്കീസദേക്കിനോട് തുല്യമായിട്ട് ഈ എബ്രായ ലേഖനത്തിൽ ലേഖകൻ ഈ മൽക്കീസദേക്കിനെ അവതരിപ്പിക്കുകയാണ്. നാം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, യേശു ക്രിസ്തു പുരോഹിതനാണ്, യേശു ക്രിസ്തു രാജാവാണ്. ഇതിന് തുല്യമായ ഒരു ക്രമത്തിലേക്കാണ് ഈ ചിന്താഗതിയെ നയിക്കുന്നത്. ലേവ്യ നിയമം അനുസരിച്ച് നാം ഇതിന്റെ വിശദമായ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ലേവ്യ പൗരോഹിത്യം എന്ന് പറയുന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ പറയാം. എന്നിട്ട് ഞാൻ വീണ്ടും വിശദീകരിച്ചു തരാം എന്നാൽ കഴിവ്.
അപ്പോൾ ലേവ്യ പൗരോഹിത്യം എന്ന് പറയുന്നത് ലേവി ഗോത്രത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ഓർക്കണം, ഞാൻ പറഞ്ഞു കഴിഞ്ഞ മൽക്കീസദേക്ക് ലേവി ഗോത്രക്കാരനല്ല. കാര്യം ഗോത്രങ്ങൾ അല്ലെങ്കിൽ അബ്രഹാമിന്റെ ചരിത്രം അതിന് ശേഷം ഗോത്രപിതാക്കന്മാരെല്ലാം പിന്നീട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ആ സമൂഹം രൂപം കൊള്ളുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കഥാപാത്രമാണ് ഈ പറയപ്പെടുന്ന മൽക്കീസദേക്ക്. അബ്രഹാം പദ്ദനാരാമിൽ നിന്ന് ദൈവത്തിന്റെ വിളി കേട്ട് പുറപ്പെട്ടു വരുന്ന വഴിയിൽ ലോത്തിനെയും മറ്റും ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവരെ പോയി കീഴ്പ്പെടുത്തിയിട്ട് ജയാളിയായി വരുന്ന ഭാഗമാണ്. പിന്നീടാണ് നമുക്കറിയാം ഗോത്രങ്ങളൊക്കെ വരുന്നത് പിന്നീട് വളരെ നാളുകൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ലേവ്യ പൗരോഹിത്യം എന്ന് പറയുന്നത് ആ ലേവി ഗോത്രത്തിന് മാത്രം കൊടുത്തിട്ടുള്ളതാണ്. ലേവി ഗോത്രത്തിലെ എല്ലാവരും പുരോഹിതന്മാരല്ല. എന്നാൽ എല്ലാ പുരോഹിതന്മാരും ലേവി ഗോത്രക്കാരാണ്. നിങ്ങൾ ഓർക്കണം, എല്ലാ ലേവ്യരും പുരോഹിതന്മാരല്ല, എല്ലാ പുരോഹിതന്മാരും ലേവ്യരാണ്. ലേവി ഗോത്രത്തിൽ പൗരോഹിത്യം കിട്ടിയ ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അവർക്ക് പല കാര്യങ്ങളുണ്ട്. അവർക്ക് ആലയത്തിൽ പുരോഹിതന്മാരെ സഹായിക്കുന്നതിന് കുഴപ്പമില്ല. ആലയത്തിലെ ഗാന ശുശ്രൂഷയിൽ, സംഗീത ശുശ്രൂഷയിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനും ആലയത്തിലെ കൊയറിൽ അല്ലെങ്കിൽ ഗായക സംഘത്തിൽ ഗാനങ്ങൾ ആലപിക്കുന്നതിനും ലേവ്യരെ വിലക്കിയിരുന്നില്ല. അപ്പോൾ ആലയ ശുശ്രൂഷയിൽ പുരോഹിത ശുശ്രൂഷ, ഗാന ശുശ്രൂഷ, സംഗീത ഉപകരണങ്ങൾ ഇങ്ങനെ വൈവിധ്യമാർന്ന നിലയിൽ ശുശ്രൂഷ ഈ ലേവി ഗോത്രത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ലേവി ഗോത്രത്തിന് രാജകീയ സ്ഥാനത്തേക്ക് വരുവാൻ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ ഭരിക്കുവാനുള്ള ആ നിലയിൽ ഭരണം നടത്തത്തക്കമുള്ളതായ യാതൊരു അവകാശവും ദൈവം കൊടുത്തിരുന്നില്ല. അടുത്തതായിട്ട് രാജാവ് എന്ന് പറയുന്ന നിലയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവരെ സംബന്ധിച്ചിടത്തോളം രാജകീയ സ്ഥാനത്തേക്ക് ലേവ്യർ വരുവാൻ പാടില്ല. അതേസമയം യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം നാം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു ഒരേ സമയം രാജാവും പുരോഹിതനുമാണ്. അത് നിങ്ങൾ ഓർക്കണം, യേശു ക്രിസ്തു ലേവി ഗോത്രത്തിൽ നിന്ന് വന്നയാളല്ല, അതും ഓർക്കണം. അടുത്തതായിട്ട് യേശു ക്രിസ്തുവും അഹരോന്യ പൗരോഹിത്യവും നാം നോക്കുമ്പോൾ യേശു ക്രിസ്തു ശുശ്രൂഷ തികച്ചതിനു ശേഷം താൻ ഇരിക്കുകയാണ്. തന്റെ ശുശ്രൂഷ കാൽവറിയിൽ പരമയാഗമായി തീർന്ന അല്ലെങ്കിൽ കാൽവറി യാഗത്താൽ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ യാഗത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യവർഗത്തിന്റെ പാപത്തോടുള്ള ബന്ധത്തിൽ പൂർണ്ണമായ പ്രായശ്ചിത്തം വരുത്തി. എന്നാൽ ലേവ്യ പുരോഹിതന്മാർ അങ്ങനെയല്ല. അവർ ജനത്തിന്റെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുന്നു. അവരുടെ പാപത്തിന്റെ പ്രായശ്ചിത്തവും ആണ്ടുതോറും നടത്തുന്നു. അപ്പോൾ ആണ്ടുതോറും യാഗം കഴിക്കുന്ന നിലയിലാണ് ലേവ്യ പുരോഹിതന്മാർ നിൽക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു എന്നേക്കുമായുള്ള യാഗം, കാൽവറി യാഗം എന്ന് പറയുന്ന എന്നേക്കുമുള്ളതായ യാഗം കർത്താവ് ചെയ്തതിനു ശേഷം, ശുശ്രൂഷ തികച്ചതിന് ശേഷം കർത്താവ് ഇരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് പാരമ്പര്യമായി ലഭിക്കുന്നതാണ് ലേവ്യ പൗരോഹിത്യം. അഹരോന് ശേഷം എലയാസർ അല്ലെങ്കിൽ തന്റെ മകൻ, അതിനുശേഷം അടുത്ത ആളിന്റെ മകൻ എന്നുള്ള നിലയിൽ പാരമ്പര്യമായിട്ട് താഴേക്ക് വരുന്നതാണ് പൗരോഹിത്യത്തിന്റെ ക്രമം. നാം നോക്കിയാൽ ഒന്നാം പുരോഹിതനായ അഹരോൻ മുതൽ നാം പുരോഹിതന്മാരെ പരിശോധിച്ചാൽ ഇവരെല്ലാവരും മഹാപുരോഹിതന്റെ സന്തതികൾ എന്നുള്ള നിലയിൽ പെടുന്ന ആളുകളാണ്. ജോസിഫസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരന്റെ കണക്കനുസരിച്ച് അഹരോൻ മുതൽ AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കുന്നത് വരെ 82 മഹാപുരോഹിതന്മാർ യഹൂദ ചരിത്രത്തിലുണ്ട്. ഇത് ജോസിഫസിന്റെ കണക്കാണ്. 82 മഹാപുരോഹിതന്മാർ ദേവാലയം നശിപ്പിക്കുന്ന AD 70 തീത്തോസ് കൈസർ ദേവാലയം നശിപ്പിക്കുന്നത് വരെ ഈ യഹൂദ ജാതിയുടെ ഇടയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ്. അടുത്തതായിട്ട് ലേവ്യ പൗരോഹിത്യത്തിൽ പ്രായത്തിന് പരിധിയുണ്ട്. പുരോഹിത ശുശ്രൂഷ ഒരാൾ ഏറ്റെടുക്കുന്നതും പുരോഹിത ശുശ്രൂഷയിൽ നിന്ന് ഒഴിയുന്നതുമായ പ്രായപരിധി ലേവ്യ പൗരോഹിത്യത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പ്രായം ഒരു വിഷയമല്ല. ലേവ്യ പൗരോഹിത്യത്തിൽ 25 വയസ്സാകുമ്പോൾ പൗരോഹിത്യം ഏൽക്കുന്നു.
50 വയസ്സാകുമ്പോൾ അവനെ പുരോഹിത ശുശ്രൂഷയിൽ നിന്നും ഒഴിവാക്കുന്നു എന്നുള്ള നിലയിൽ ഈ പ്രായം എന്ന് പറയുന്ന ഒരു ഘടകം ലേവ്യ പുരോഹിതന്മാരോടുള്ള ബന്ധത്തിൽ നാം കാണുന്നുണ്ട്. അടുത്തതായിട്ട് ലേവ്യ പൗരോഹിത്യം പിതാവായ ദൈവത്തിന്റെ ആണയാൽ അല്ലെങ്കിൽ ഓത്തിനാൽ ഉറപ്പാക്കിയിട്ടുള്ളതല്ല. യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം ആണയാൽ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ വാക്കിനാൽ, പിതാവായ ദൈവത്തിന്റെ ആണയാൽ ഉറപ്പാക്കി കൊടുത്തതാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അടുത്തതായിട്ട് അഹരോനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അഹരോൻ ബലഹീനനായ ഒരു പുരോഹിതനാണ്. അതേസമയം യേശു ക്രിസ്തു തികഞ്ഞവൻ എന്നുള്ള നിലയിലാണ് നാം കാണുന്നത്. തികഞ്ഞവൻ, ഒരു കുറവും പറയുവാനില്ലാത്ത, ഒരു ന്യൂനതയും പറയുവാനില്ലാത്ത നിലയിൽ തികഞ്ഞവനായിട്ടാണ് യേശു ക്രിസ്തുവിനെ പുരോഹിത ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നീക്കം വന്ന ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് അഹരോന്യ പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്നത്. നീക്കം വന്നതായ ന്യായപ്രമാണത്തിന്റെ കീഴിൽ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ പുരോഹിതനാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ എന്നുള്ള നിലയിലാണ് നാം യേശു ക്രിസ്തുവിനെ കാണുന്നത്. അടുത്തത്, അടുത്തു വരുന്നവരെ രക്ഷിക്കുവാൻ കഴിയുന്നവനായിരുന്നില്ല ഇസ്രായേലിലെ മഹാപുരോഹിതന്മാർ. അടുത്തു വരുന്നവർക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ കഴിയും എന്നല്ലാതെ അടുത്തു വരുന്നവനെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഒരു യാഗത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് ഇവൻ അടുത്ത പാപം ചെയ്യുന്നവരെയാണ്. അത്രയുള്ള അതിന്റെ ആയുസ്. ഒരു പാപം ചെയ്തേച്ച് യാഗം കഴിക്കുന്നു, അടുത്ത ദിവസം പാപം ചെയ്താൽ വീണ്ടും യാഗം. അപ്പോൾ ഒരു മനുഷ്യൻ യാഗം ചെയ്തതിനു ശേഷം വീണ്ടും പാപം ചെയ്താൽ വീണ്ടും യാഗമാണ്. ഒരു യാഗത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഒരു പാപത്തിന്റെ പരിഹാരം മുതൽ അടുത്ത പാപം ചെയ്യുന്നത് വരെ മാത്രമാണ്. ഇതാണ് നാം പിന്നീട് കാണുന്നത്. ഇതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ പുരോഹിതൻ, നമ്മുടെ മഹാപുരോഹിതൻ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്നുള്ളതാണ്. ലേവ്യ പുരോഹിതന്മാർ ജനത്തിന്റെ വിഷയങ്ങളിലേക്ക് അവർ ഇറങ്ങി ചെല്ലുന്നില്ല. അവരിങ്ങനെ അവരുടേതായ വസ്ത്രവും ധരിച്ചു അതിൻ്റെതായ പ്രൗഢിയോടുകൂടി അവർ ശുശ്രൂഷ ചെയ്യുന്നു. ജനവുമായി അവർ ബന്ധപ്പെടുന്നില്ല. ജനത്തിന്റെ വിഷയങ്ങൾ അവർക്കൊരു വിഷയമല്ല. അവര് കൊണ്ടുവരുന്ന യാഗം കഴിക്കുന്നു, യാഗം കഴിച്ചതിന് ശേഷം ജനം മടങ്ങിപ്പോകുന്നു എന്നുള്ളതല്ലാതെ വ്യക്തിപരമായി അവരുടെ വിഷയങ്ങൾ കേൾക്കുന്നതിനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ അവരുമായി താതാത്മ്യപ്പെടുന്നതിനോ ഒന്നും ലേവ്യ പുരോഹിതന്മാർക്ക് സമയമില്ല. എന്നാൽ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നവനാണ്. ഇന്ന് രാത്രികാലം മാനുഷികമായി എന്തെല്ലാം പറഞ്ഞാലും കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് സഹതാപം കാണിച്ചാൽ മാത്രമേ ഗുണമുള്ളൂ. ബാക്കി ഏത് മനുഷ്യന്റെയും വാക്കുകൾക്ക് പരിമിതിയുണ്ടോ? ഏത് മനുഷ്യൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാലും അതിന് പരിമിതിയുണ്ടോ? എന്നാൽ പരിമിതിയില്ലാത്തൊരു മഹാപുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ കാര്യം. നമ്മുടെ കണ്ണുനീർ തൂകുമ്പോൾ നമ്മുടെ കണ്ണുനീര് ഒപ്പുന്നതായ, നമ്മുടെ വിഷമത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് കരയേണ്ട മകനെ, കരയേണ്ട മകളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചൈതന്യപ്പെടുത്തുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു മഹാപുരോഹിതനെയാണ് പുതിയ നിയമം യേശു ക്രിസ്തുവിലൂടെ വരച്ചു കാണിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. ഇത് പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക്, പഴയ നിയമത്തിലെ യഹൂദന്മാർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യമാണ്. ഇതുപോലെ മഹാപുരോഹിതൻ ജനങ്ങളുമായി അടുത്തിടപെടുക എന്ന് പറഞ്ഞാൽ, കാര്യം ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരാളാണ് ഈ മഹാപുരോഹിതൻ സാധാരണ നിലയിൽ. കാര്യം ബാക്കി പുരോഹിതന്മാർ ആണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പുരോഹിതന്മാരാണ് ജനത്തിന്റെ കയ്യിൽ നിന്ന് യാഗവസ്തുക്കളെ സ്വീകരിക്കുന്നത്. മഹാപുരോഹിതൻ ബാക്കി ശുശ്രൂഷ അകത്ത് ചെയ്യുകയാണ്. ഈ നിലയിൽ നിൽക്കുന്ന മഹാപുരോഹിതനെ കാണുവാൻ പോലും പലപ്പോഴും ജനത്തിന് കഴിയാറില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാപാപ പരിഹാരത്തിന്റെ ദിവസം പ്രായശ്ചിത്തം വരുത്തിയതിനു ശേഷം ഇറങ്ങി വരുമ്പോൾ മഹാപുരോഹിതൻ പ്രായശ്ചിത്തം വരുത്തിച്ച് മടങ്ങി വന്നു എന്നുള്ള സന്തോഷത്തോടുകൂടി ജനം മടങ്ങിപ്പോകുന്നു എന്നുള്ളത് നാം കാണാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, അനുദിന ജീവിതത്തിൽ ദിനം പ്രതിയുള്ളതായ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ യാതൊരു ഇടപാടുമില്ലാത്ത ആളാണ് പഴയ നിയമത്തിലെ പുരോഹിതൻ. അവർക്കിതൊരു വിഷയമല്ല. ജനത്തിന്റെ ദിവസേനയുള്ള വിഷയം എന്താണെന്നുള്ളത് പഴയ നിയമത്തിലെ അഹരോന്യ ക്രമത്തിലുള്ള പുരോഹിതന്മാർക്കൊരു വിഷയമല്ല. യാഗവസ്തു വരുന്നു, യാഗം കഴിക്കുന്നു, കഴിഞ്ഞു അവരുടെ പരിപാടി. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നീറുന്ന നിരവധി വിഷയങ്ങൾ നമുക്കുണ്ട്. നാം ആത്മീയരായതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല. വിഷയങ്ങൾ തുടരുകയാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ
നമുക്കുള്ള ഉറപ്പ്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കും എന്നൊക്കെ ഉള്ളതായ കർത്താവിന്റെ വചനമാണ് നമ്മളെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. വിഷയങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, വിഷയങ്ങളുടെ നടുവിൽ കരം പിടിച്ച് എന്നെയും നിങ്ങളെയും നടത്തുന്നു എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത്. അവന്റെ കരങ്ങൾ കുറുതായി പോയിട്ടില്ല, അവന്റെ കരങ്ങൾ ചെറുതായി പോയിട്ടില്ല, അവന്റെ കരങ്ങൾ ബലഹീനമായി പോയിട്ടില്ല. നമ്മെ നടത്തുവാൻ അവൻ മതിയായവനാണ് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും മൽക്കീസദേക്കിലേക്ക് വീണ്ടും നിങ്ങളെ തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മൽക്കീസദേക്കിനെ കുറിച്ച് നാം കാണുമ്പോൾ ഈ ആളിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് ആ ഭാഗത്തിന് നോക്കാം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ. അപ്പോൾ ഓർക്കണം, ഈ മൽക്കീസദേക്ക് ഏലേലിയോൻ എന്നാണ് അത്യുന്നതനായ ദൈവത്തെ കുറിച്ച് പറയുന്നത്. ഏലേലിയോൻ. അപ്പോൾ അത്യുന്നതനായ ദൈവം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവമാണ്, നമ്മുടെ ദൈവമാണ്, അല്ലാതെ ലോകത്തിലെ മറ്റൊരു ദൈവമല്ല. ഏലേലിയോൻ എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ പേരാണ്. അപ്പോൾ മൽക്കീസദേക്ക് ശാലേം രാജാവായ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനും. അപ്പോൾ എങ്ങനെ ഇദ്ദേഹം പുരോഹിതനായി എന്നുള്ളതാണ്. ആര് ഇദ്ദേഹത്തെ പുരോഹിതനാക്കി എന്നുള്ളതാണ്. ആര് പുരോഹിതനാക്കി എന്ന് ചോദിച്ചാൽ ദൈവം മൽക്കീസദേക്കിനെ പുരോഹിതനാക്കി. ലേവ്യ നിയമപ്രകാരമല്ല മൽക്കീസദേക്ക് പുരോഹിതനായത്. കാര്യം ലേവ്യ യാഗ നിയമങ്ങൾ, ലേവ്യ പൗരോഹിത്യത്തിന്റെ കാര്യങ്ങൾ ഒക്കെ വരുന്നത് പിന്നീടാണ്. അപ്പോൾ അബ്രഹാമിന് മുമ്പ് ദശാംശത്തിന്റെ പ്രമാണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അബ്രഹാമിന് മുമ്പ് ദശാംശത്തിന്റെ പ്രമാണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ദശാംശം കൊടുക്കുകയും ചെയ്തു, ആ ആളത് മേടിക്കുകയും ചെയ്തു. അപ്പോൾ ദശാംശം എന്ന് പറയുന്നത് മൽക്കീസദേക്കിന് അറിയാമല്ലോ, അല്ലെങ്കിൽ ഇത് മേടിക്കത്തില്ലല്ലോ. ദശാംശമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മൽക്കീസദേക്ക് അത് വാങ്ങിയത്. അപ്പോൾ മൽക്കീസദേക്കിന് അറിയാം ദശാംശം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടെന്നുള്ളത്. അപ്പോൾ അബ്രഹാമിന് ദശാംശത്തിന്റെ പ്രമാണം ദൈവം കൊടുത്തു. അതനുസരിച്ച് അദ്ദേഹം ദശാംശം മൽക്കീസദേക്കിന് കൊടുക്കുകയാണ്. ഇതൊക്കെ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ, നാം ദൈവത്തിന്റെ വചനത്തിന്റെ മറ്റു ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് പോലെയല്ല. ദൈവത്തിന്റെ ഭക്തന്മാർ വിവിധ സ്ഥലങ്ങളിലുണ്ട്. ഒമാനിൽ ദൈവത്തിന് ഭക്തന്മാരുള്ളതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തെ വാസ്തവമായി സേവിക്കുന്ന, ദൈവത്തെ വാസ്തവമായി ആരാധിക്കുന്ന, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്ന, ദൈവത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഭക്തന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതിന്റെ തെളിവാണ് ഏലിയ ഒരു ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, മതിയായി എന്നുള്ള നിലയിൽ മതി, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും കൂടിയവനൊന്നുമല്ല. ഇനിയും അങ്ങോട്ടൊരു വീസ കിട്ടിയാൽ ഉയരത്തിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. മതിയായെന്ന ശുശ്രൂഷ മതിയാക്കി എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, അവിടെ ഏലിയാവിനോട് ദൈവം സംസാരിക്കുമ്പോൾ അവിടെ ഏലിയാവിന്റെ സാക്ഷ്യം ഇതാണ്: ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു. ദൈവമേ, ഈ ഭൂമിയിൽ, ഈ അഖിലാണ്ടത്തിൽ നിന്നെ നോക്കിയിരിക്കുന്ന, നിനക്ക് വേണ്ടി ശുഷ്കാന്തിയോടെ നിൽക്കുവാൻ ഞാൻ ഒരുത്തൻ മാത്രം. ഇത് പലപ്പോഴും നമുക്കും തോന്നാറുണ്ട്. നമ്മൾ മാത്രമായിട്ട് എന്തിനാ ഇങ്ങനെ ആരാധിക്കുന്നത്? നമ്മൾ തന്നെ ഇങ്ങനെ ബൈബിൾ ക്ലാസ്സിന് പോയാൽ എന്തിനാ? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത, ഞാൻ തന്നെ അല്ലെ നാം തന്നെ എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വരും. എന്നാൽ നാം ഓർക്കണം, നാം ഒറ്റയ്ക്കല്ല. ഏലിയാവിനോട് ദൈവം അവിടെ പറയുന്നുണ്ട്, ഏലിയാവേ, നീ തനിയല്ല, ബാലിന് മുട്ടുമടക്കാത്തതായ 7000 പേര് വേറെ ഉണ്ട്. ഇപ്പോൾ കുറഞ്ഞ പക്ഷെ 7001 ഉണ്ട്. അതിൽ ഒരുത്തൻ മാത്രമാണ് നീ. അപ്പോൾ ഏലിയാവിന്റെ ധാരണ താൻ മാത്രമെന്നുള്ളതാണ്. എന്നാൽ അല്ലാതെ 7000 പേര് വേറെ ഉണ്ട്. അത് ഏലിയാവ് കാണുന്നില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ഈ മൽക്കീസദേക്കിനെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോൾ ഈ തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ ഭൂമിയിൽ മനുഷ്യവർഗത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി യാഗമാകുമ്പോൾ, നിത്യ പുരോഹിതനായി അവനെ മാറ്റുമ്പോൾ, അവന്റെ ക്രമം എന്ന് പറയുന്നത് ഏത് ഓർഡറിലാണ് അവൻ പുരോഹിതനാകുന്നെന്നുള്ളത് ദൈവം മുന്നമേ കണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് മൽക്കീസദേക്ക് അവിടെ വന്നിട്ട്, അവന്റെ പേര് തന്നെ വളരെ മനോഹരമായ പേരാണ്, വളരെ നല്ല പേരാണ്. ശാലേം എന്നുള്ളതായ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, സമാധാനം എന്നുള്ള വാക്കാണ്. ഷാലോം എന്നാണ് എബ്രായ ഭാഷയിൽ. അതിന്റെ അർത്ഥം സമാധാനം എന്നാണ്. അവിടെ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവന്റെ പേരിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് നീതിയുടെ രാജാവ് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഓർഡർ തന്നെ നിങ്ങൾ നോക്കണം. പരിശുദ്ധാത്മാവ്
എത്ര കൃത്യമായിട്ടാണ് വാക്കുകളെ കൊണ്ടുവരുന്നത് നിങ്ങൾ നോക്കണം. ആദ്യം പറഞ്ഞേക്കുന്നത് നീതിയുടെ രാജാവ് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ശാലേം വരുന്നത്, സമാധാനം വരുന്നത്. നാം റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ നാം ഇപ്രകാരമാണ് 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത്. ആകയാൽ യേശുക്രിസ്തു മുഖേന നാം നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഒന്നാമത് നടക്കേണ്ട വിഷയം നീതീകരണമാണ്. നീതി എന്ന് പറയുന്ന വിഷയം, ദൈവത്തിന്റെ നീതി നമുക്ക് ലഭിച്ച് നമുക്ക് നീതീകരണം പ്രാപിച്ചതിന് ശേഷം നടക്കുന്ന കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. ആദ്യം സമാധാനം തരികയല്ല, നീതീകരണം പ്രാപിച്ച് ദൈവത്തോട് നിരപ്പ് യേശുക്രിസ്തു നമ്മെ പിതാവായ ദൈവത്തോട് നിരപ്പിക്കുകയാണ്. അങ്ങനെ നിരപ്പിച്ചതിന് ശേഷം, നമ്മെയും പിതാവായ ദൈവത്തെയും നിരപ്പിച്ചതിന് ശേഷം നമുക്കുണ്ടാകുന്ന അനുഭവമാണ് അടുത്തതായിട്ട് സമാധാനം എന്ന് പറയുന്നത്. ഈ മൽക്കീസദേക്കിന്റെ പേര് നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ്, സമാധാനം എന്നുള്ളതായ നിലയിൽ. നീതിയുടെ രാജാവ് സമാധാനത്തിൻ്റെതായ നിലയിൽ നിൽക്കുകയാണ്. ഇനിയും ഈ വ്യക്തി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഈ യുദ്ധം കഴിഞ്ഞ് വരുന്നതായ അബ്രഹാമിനെ എതിരേറ്റു ചെല്ലുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇതൊരു സങ്കല്പ കഥാപാത്രമല്ലെന്ന് ഞാൻ പറയുന്നത് വെറുതെയല്ല. യേശുക്രിസ്തുവിനെ തുല്യനായിട്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പോലെ ഒരാളാണ് മൽക്കീസദേക്ക് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് ശരിയല്ല. യേശുക്രിസ്തുവിനെ പോലെ തുല്യതയൊന്നും അല്ല ഇവിടെ പറയുന്നത്, ക്രമം മാത്രമാണ്. പൗരോഹിത്യത്തിന്റെ ക്രമത്തിൽ മൽക്കീസദേക്കിന്റെ ക്രമം എന്നേ ഇതിനർത്ഥമുള്ളൂ. അതിൽ കൂടി കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നിൽക്കുകയാണ്. മൽക്കീസദേക്കിനെ പരിശുദ്ധാത്മാവായിട്ട് വരെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ നോക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ നോക്കിയാൽ മൽക്കീസദേക്കിനെ കുറിച്ച് പറഞ്ഞു വരുന്ന ഭാഗത്ത് വേറെ ഒരു രാജാവോടുണ്ട് എതിരേറ്റു പോയ കൂട്ടത്തിൽ. അബ്രഹാമിനെ എതിരേറ്റ് ചെയ്യുന്നത് മൽക്കീസദേക്ക് തന്നെയല്ല. അബ്രഹാമിനെ എതിരേറ്റു പോയ കൂട്ടത്തിൽ സോദോം രാജാവുണ്ട്. അപ്പോൾ ഈ സോദോം രാജാവ് ആരാ? മൽക്കീസദേക്ക് പരിശുദ്ധാത്മാവാണെങ്കിൽ ഈ സോദോം രാജാവിന് എന്നെ വ്യാഖ്യാനം കൊടുക്കും. എന്നാൽ ദൈവത്തിന്റെ വ്യക്തമായ പദ്ധതി അനുസരിച്ച് ഇദ്ദേഹം അവിടേക്ക് ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ അടുത്തതായിട്ട് അവന് വംശാവലി ഇല്ല എന്ന് പറയുന്നത് അഹരോന്യ പൗരോഹിത്യത്തിൽ വംശാവലി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് വംശാവലി എന്ന് പറഞ്ഞാൽ. ഒരുവനെ മഹാപുരോഹിതനാക്കുമ്പോൾ അവൻ മുതൽ പുറകോട്ട് അവന്റെ വംശാവലി അവർ പരിശോധിക്കും. ഇവൻ ആരുടെ മകനാണ്, ഇവന്റെ പിതാവ് ആരുടെ മകനാണ്, അവന്റെ പിതാമഹൻ ആരുടെ മകനാണ്, അവന്റെയും അപ്പൻ ആരുടെ മകനാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയി അഹരോനിൽ എത്തുക എന്നുള്ളതാണ്. അഹരോനിൽ എത്തിയില്ലെങ്കിൽ ഇവനെ മഹാപുരോഹിത ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയില്ല. അപ്പോൾ വംശാവലി എന്ന് പറയുന്നത് ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ വംശാവലി ഒരു വിഷയമേ അല്ല, ഗോത്രം ഒരു വിഷയമേ അല്ല. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും 2 സ്ഥലങ്ങളിൽ വംശാവലി കാണാൻ. കർത്താവിനോടുള്ള ബന്ധത്തിൽ 2 സ്ഥലങ്ങളിൽ വംശാവലിയുണ്ട്. ഒന്ന് മാതാവിന്റെ കൊണ്ടുള്ള ബന്ധത്തിലും ഒന്ന് പിതാവിനോടുള്ള നിലയിലുമാണ്. ഈ 2 വംശാവലി നാം പഠിച്ചാൽ, ഈ വംശാവലിയിലുടനീളം നാം വ്യക്തികളെ പഠിച്ചു പോകുമ്പോൾ ഈ 2 വംശാവലിയിലും പുരോഹിതന്മാരില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു പൗരോഹിത്യ കുടുംബമല്ല. യേശുക്രിസ്തുവിന്റെ ജീനിയോളജി അല്ലെങ്കിൽ വംശാവലി നാം പരിശോധിക്കുമ്പോൾ ഒരു പുരോഹിതനെയും ഈ ലിസ്റ്റിൽ കാണുകയില്ല. അങ്ങനെ വരുമ്പോൾ ലോകപ്രകാരം പുരോഹിതനാകുവാൻ ഒരു യോഗ്യതയും യേശുക്രിസ്തുവിനില്ല എന്ന് വരും. കാരണം ലേവ്യ നിയമം അനുസരിച്ച്, ന്യായപ്രമാണത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച്, ലേവ്യ നിയമം അനുസരിച്ച് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരുവാൻ ഒരു യോഗ്യതയും യേശുക്രിസ്തുവിനില്ല. യഹൂദ ഗോത്രക്കാരനാണ്. യഹൂദ ഗോത്രക്കാരന് പൗരോഹിത്യം ദൈവവചനം ഓഫർ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ യേശുക്രിസ്തുവിനെ പുരോഹിത ശുശ്രൂഷയിലേക്ക് എങ്ങനെ കൊണ്ടുവരണം, അതിനു പറ്റിയ ഒരു കഥാപാത്രമായിട്ട് ഇവിടെ ലേഖകൻ മൽക്കീസദേക്കിനെ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ പിതാവ് അബ്രഹാം, ഇവരുടെ അഭിമാനം വളരെ വലുതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലും ഇവർ പറഞ്ഞു, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, ഞങ്ങൾ ആർക്കും ഒരു നാളും അടിമകളായിട്ട് നിന്നിട്ടില്ല. ഇവരെ പോലെ അടിമകളായി കിടന്നവർ വേറെ ആരാ ഉള്ളത്? ഇത് പറയുമ്പോഴും ഇവർ അടിമകളാണ്. റോമൻ ഭരണകൂടത്തിന്റെ കീഴിൽ അടിമകളായി കിടന്നുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ ആർക്കും ഒരു നാളും അടിമകളായിട്ടില്ല. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് സന്തതികളെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ യഹൂദ ജാതി അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ
വളരെ വളരെ ഗൗരവമായി അല്ലെങ്കിൽ വളരെ പ്രാധാന്യം കൊടുത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് അബ്രഹാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ, എനിക്കറിയാൻ ഈ വിഷയം നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. നമുക്കിത് അവസാനിപ്പിക്കാം ഉടനെ തന്നെ, ഇത് തന്നെ പറഞ്ഞുകൊണ്ട് ഒക്കത്തുമില്ലല്ലോ. അപ്പോൾ ഈ മൽക്കീസദേക്കിനോടുള്ള ബന്ധത്തിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അബ്രഹാമിനെ രംഗത്ത് കൊണ്ടുവന്നു. അബ്രഹാമിനെ രംഗത്ത് കൊണ്ടുവന്നേച്ച് പറഞ്ഞു, നിങ്ങളുടെ പിതാവായ അബ്രഹാം വംശാവലിയില്ലാത്ത, വംശാവലിയിൽ പൗരോഹിത്യത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുവാൻ കഴിയാത്ത, ലേവ്യ പൗരോഹിത്യത്തിന്റെ പ്രമാണം ലഭിക്കാത്ത ഒരാൾക്ക് ദശാംശം കൊടുത്തിട്ടുണ്ട്. യഹൂദനെ നിഷേധിക്കാൻ കഴിയുകയില്ല. യഹൂദ ചരിത്രത്തിന്റെ ഭാഗമാണിത്. അപ്പോൾ ഇവരുടെ പൂർവ്വപിതാവായ അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. മൽക്കീസദേക്കിന് എന്തുകൊണ്ട് ദശാംശം കൊടുത്തു? മൽക്കീസദേക്ക് പുരോഹിതനായതുകൊണ്ട്. മൽക്കീസദേക്ക് ആരുടെ പുരോഹിതന? ലേവി ഗോത്രത്തിലെ പുരോഹിതനല്ല. മൽക്കീസദേക്കിനെ ആര് പുരോഹിതനാക്കി? ഇസ്രായേൽ ഗോത്രങ്ങൾ പുരോഹിതനാക്കിയതല്ല. അപ്പോൾ ദൈവം പുരോഹിത ശുശ്രൂഷ നൽകി വേർതിരിച്ചതായ മൽക്കീസദേക്ക് ഒരേ സമയം തന്നെ അവൻ രാജാവും അവൻ പുരോഹിതനുമായിരുന്നു. ആ ലെവലിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ വംശാവലിയിൽ ഇല്ലാത്തൊരാൾ പുരോഹിതനാകരുതെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം നിങ്ങളുടെ ചരിത്രത്തിൽ അഹരോൻ പുരോഹിതനാകുന്നതിന് മുമ്പ് പാരമ്പര്യം അനുസരിച്ച് തന്നെ നിങ്ങളുടെ മുമ്പിൽ പൗരോഹിത്യ ശുശ്രൂഷ അഹരോന്യ ഗോത്രത്തിന് പുറത്ത് ചെയ്ത ചരിത്രം യഹൂദ ചരിത്രത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ വംശാവലിയിൽ പേരില്ലാത്ത, വംശാവലിയിൽ രാജകീയമായ പാരമ്പര്യമില്ലാത്ത, തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ പിതാവായ ദൈവത്തിന്റെ വാക്കിനാൽ, പിതാവായ ദൈവത്തിന്റെ കൽപ്പനയാൽ, പിതാവായ ദൈവത്തിന്റെ നിയോഗത്താൽ, പിതാവായ ദൈവത്തിന്റെ ആണയാൽ അവൻ പുരോഹിതനായി തീർന്നു എന്നുള്ളതാണ്. യഹൂദജാതിക്ക് നിഷേധിക്കുവാൻ കഴിയാത്ത ആയിട്ട് വിഷയം അവതരിപ്പിക്കുകയാണ്. ഒരു നിലയിലും നിഷേധിക്കാൻ കഴിയാത്തതുപോലെ മനോഹരമായ പ്രസന്റേഷനാണ് ഈ മൽക്കീസദേക്കിന്റെ ക്രമം. ദൈവമക്കളെ, നിങ്ങൾ ഈ വിഷയം തുടർന്ന് ചിന്തിക്കുക. ഇതൊരു സാങ്കല്പിക കഥാപാത്രമല്ല. ആരെങ്കിലും എവിടെങ്കിലും ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് പറഞ്ഞാൽ അതിനോട് നിങ്ങൾ ചോദ്യം ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം വേദപുസ്തകത്തിൽ സാങ്കല്പിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതല്ല ദൈവത്തിന്റെ വചനം. അത് നിങ്ങൾ ഓർക്കണം. വ്യക്തികളെ അവതരിപ്പിക്കുന്നിടത്ത്, വിഷയങ്ങൾ അവതരിപ്പിക്കുന്നിടത്ത് ഇല്ലാത്ത ഒരാളിനെ കഥ പറഞ്ഞത് പുരാണത്തിലെ കാര്യങ്ങളാണ്. ഹൈന്ദവ പുരാണത്തിലും മറ്റ് മതഗ്രന്ഥങ്ങളിലെ പുരാണങ്ങളിൽ ഇല്ലാത്ത ആളിനെ അവതരിപ്പിക്കാറുണ്ട്. ദൈവത്തിന്റെ വചനം ഇല്ലാത്ത ആളിനെ അവതരിപ്പിക്കുന്ന പുസ്തകമല്ല. ഉള്ള വ്യക്തികളെ, ജീവിച്ചിരുന്ന ആളുകളെ, ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് കാര്യങ്ങൾ ചെയ്തവരെ, അനുസരണക്കേട് കാണിച്ചവന്റെ ഒക്കെ ചരിത്രം ഇതിലുണ്ട്. അതുപോലെ ദൈവത്തിന് വേണ്ടി അനുസരണം കാണിച്ച ഒരു മനുഷ്യനാണ്, ദൈവം പറഞ്ഞതനുസരിച്ച് ഹൃദയത്തിൽ പ്രേരണ കിട്ടി ശുശ്രൂഷ ചെയ്ത ഒരു മനുഷ്യനാണ് മൽക്കീസദേക്ക്. നമ്മെപ്പോലെ തന്നെ ഒരു മനുഷ്യൻ. ഒരേ സമയം തന്നെ അവൻ രാജാവും അവൻ പുരോഹിതനുമായിരുന്നു. നമ്മുടെ കർത്താവിന്റെ പൗരോഹിത്യം ഈ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമാണ്. ഞാൻ വീണ്ടും ഒരു വാക്കിൽ പറയാം. ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജീനിയോളജി, വംശാവലിയിലെ 2 വംശാവലി നിങ്ങൾ പരിശോധിച്ചാൽ, രാജാക്കന്മാരുടെ ചരിത്രം, പുരോഹിതന്മാരുടെ ചരിത്രം ഈ ലിസ്റ്റിലില്ല. യേശു ക്രിസ്തുവിന്റെ പൂർവികന്മാരുടെ ചരിത്രം നാം നോക്കിയാൽ ഇതിലെങ്ങും ഒരു പുരോഹിതൻ പോലുമില്ല. അങ്ങനെ പുരോഹിതന്മാർ ഒരിക്കൽ പോലും ഇല്ലാത്ത യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ നമുക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന മനോഹരമായ ചിത്രമാണ് എബ്രായ ലേഖനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന. ദൈവത്തിന് സ്തോത്രം. അവൻ അഹരോനേക്കാൾ വലിയവനാണ്. അവൻ എലയാസറിനേക്കാൾ വലിയവനാണ്. ഏത് കാലഘട്ടത്തിലും ഇസ്രായേലിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഏത് പുരോഹിതനേക്കാളും, ഏത് മഹാപുരോഹിതനേക്കാളും അവൻ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് ഇവിടെ എബ്രായ ലേഖനം വരച്ചു കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. അവിടെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. 5-ാം വാക്യം. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണപ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. ഇനിയും അടുത്തത് ഇതുവരെ പറഞ്ഞതിനേക്കാൾ അല്പം കൂടെ കൂടിയൊരു വിഷയം വീണ്ടും അവതരിപ്പിക്കുക അതിനോട് ചേർത്ത്. ഇപ്പോൾ ഇതുവരെ നാം ചിന്തിച്ചത് മൽക്കീസദേക്കിന് അബ്രഹാം ദശാംശം കൊടുത്തു. ഇതാണ് ഇത്രയും നേരം അവതരിപ്പിച്ചതിനകത്തെ സമ്മറി. അതാണ് മൽക്കീസദേക്കിന് അബ്രഹാം ദശാംശം കൊടുത്തു.
മൽക്കീസദേക്കിന് അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ ലേവിയും മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു അടുത്തായിട്ട് സ്ഥാപിക്കാൻ പോകുന്നു. ലേവി എന്ന് ജനിച്ചിട്ടില്ല, ലേവിയുടെ അപ്പൻ പോലും ജനിച്ചിട്ടില്ല. അബ്രഹാം കാണിച്ച പരിപാടി ലേവിയുടെ പേരിൽ കണക്കിട്ടു. അബ്രഹാം ദശാംശം കൊടുത്തു എന്ന് പറയുമ്പോൾ അവൻ ദശാംശം കൊടുത്തതിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റിൽ ലേവിയെ കൂടെ ഉൾപ്പെടുത്തി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ജനിക്കുന്നതായ ലേവി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച്, അവരുടെ ചിന്തയനുസരിച്ച് ഒരു പിതാവിനെ അവതരിപ്പിക്കുമ്പോൾ ആ പിതാവിൽ നിന്ന് ജനിക്കുന്നതായ ഭാവിയിൽ ജനിക്കാൻ പോകുന്ന മക്കളെ എല്ലാം കൂടെ ചേർത്താണ് ആ പിതാവിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു വംശാവലിയിൽ, ഒരു കുടുംബത്തിൽ, ഒരു ഗോത്രത്തിൽ ഒരു പിതാവിനെ അവതരിപ്പിക്കുമ്പോൾ ആ പിതാവിൽ നിന്നും ജനിച്ചതും ജനിക്കാൻ പോകുന്നതുമായ മക്കളെ എല്ലാം കൂടെ ചേർത്താണ് ഈ പിതാവിനെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ അബ്രഹാം ഇവിടെ മൽക്കീസദേക്കിന്റെ മുമ്പിൽ നിന്ന് ദശാംശം കൊടുക്കുന്നു, അനുഗ്രഹം ഏറ്റുവാങ്ങുന്നു. അതിനർത്ഥം അബ്രഹാമിൽ അന്ന് ലേവി ഉണ്ട്, ലേവിയുടെ പിതാവ് അബ്രഹാമിലുണ്ട്. ഈ വംശാവലി, അടുത്ത വംശാവലി എന്ന് പറയുന്ന അതിൽ പെടുന്ന ആളുകളൊക്കെ, അപ്പോൾ ഇസഹാക്ക് അബ്രഹാമിലുണ്ടെന്ന് നമുക്കറിയാം, യാക്കോബ് അബ്രഹാമിലുണ്ട്, യാക്കോബിന്റെ പുത്രന്മാരായ ലേവിയും ഒക്കെ ഈ അബ്രഹാം ഈ മൽക്കീസദേക്കിന്റെ മുമ്പിൽ ദശാംശം കൊടുത്ത് അനുഗ്രഹം വാങ്ങുമ്പോൾ അവന്റെ ശരീരത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ അബ്രഹാം ദശാംശം കൊടുത്തു എന്ന് പറഞ്ഞാൽ ലേവിയും കൊടുത്തു എന്നർത്ഥം. അബ്രഹാമിനെ മൽക്കീസദേക്ക് അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ലേവിയെയും അനുഗ്രഹിച്ചു എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ പുരോഹിതനായ അഹരോനും ഈ പറയപ്പെടുന്ന മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു എന്ന് വരും. ഇങ്ങനെയാണ് ഇതിന്റെ വ്യാഖ്യാനം പോകുന്നത്. അപ്പോൾ അബ്രഹാം ചെയ്തതിന്റെ കാര്യം തലമുറകൾക്കതിൽ പങ്കുണ്ട്, തലമുറകൾക്കതിൽ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഈ ഓർഡർ അനുസരിച്ചാണ് കാര്യങ്ങൾ. അബ്രഹാമിന്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. അടുത്ത വാക്യം, 6-ാം വാക്യം വായിക്കും. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. 7-ാം വാക്യം കൂടെ. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കമേതുമില്ലല്ലോ. അപ്പോൾ അടുത്തൊരു ചോദ്യം അവരോട് ചോദിക്കുകയാണ്. ഈ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് ദശാംശം വാങ്ങി. അപ്പോൾ അബ്രഹാമിനോട് ദശാംശം വാങ്ങി തിരിച്ച് മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അടുത്ത ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ, ആൻസർ പ്രതീക്ഷിക്കാതെ തന്നെ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇടുകയാണ്. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നതിന് തർക്കമൊന്നുമില്ലല്ലോ. നമുക്കറിയാം, ഉയർന്ന നിലയിലുള്ളവരുടെ അനുഗ്രഹമാണ് താഴെയുള്ള ആളുകൾ ചോദിക്കുന്നത്. നമ്മളെക്കാൾ താഴെ ആളിനോട് നമ്മൾ അനുഗ്രഹം ചോദിക്കാറില്ല, നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പം കൂടെ ഇത് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെയും അനുഗ്രഹത്തിന് നാം വില കൊടുക്കാറില്ല. അനുഗ്രഹിച്ചുകൊണ്ട് എന്താ സാധിക്കാൻ? കർത്താവ് ദൈവം അനുഗ്രഹിച്ചല്ലാതെ, ദൈവപുത്രൻ അനുഗ്രഹിച്ചല്ലാതെ വ്യക്തികളുടെ അനുഗ്രഹത്തിന് കേൾക്കാൻ അല്പം സുഖമുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. അതല്ലാതെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും സാധിക്കുന്നുണ്ടെന്ന് നാം വിചാരിക്കാറില്ല, നാം വിശ്വസിക്കാറുമില്ല. അതുകൊണ്ടാണ് നാം ഈ ആൾ ദൈവങ്ങളുടെ ഒരിക്കലേക്ക് പോകാത്തത്. നാം പത്രങ്ങളെ നോക്കിയാൽ ഓരോ സ്ഥലത്ത് ഓരോ ദൈവങ്ങൾ എഴുന്നേൽക്കുന്നു, ആ ദൈവത്തിന്റെ അടുത്തേക്ക് ആളുകൾ ഓടുന്നു, ആ ദൈവത്തിന്റെ അരികിൽ പോയി കുമ്പിട്ട് നിന്ന് അനുഗ്രഹം മേടിക്കുന്നു, ആ ദൈവം ആലിംഗനം ചെയ്യുന്നു. എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് സാധിക്കുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ അപ്പുറമായി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കാൻ കഴിയുന്നവൻ നമ്മുടെ നടുവിലുണ്ട്, അവൻ നമ്മോട് കൂടെയുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന്, ദൈവമേ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ വിഷയങ്ങളുടെ നടുവിൽ എനിക്ക് അനുഗ്രഹം വേണമേ എന്ന് ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ നാം അനുഗ്രഹത്തിന് വേണ്ടി മല്ല് പിടിച്ചാൽ നമ്മളെ അനുഗ്രഹിക്കാതെ പോകുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്, നാം ഓർക്കണം. അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് വരുന്നതാണ്, ഉന്നതമായ നിലയിലുള്ളയാളാണ് താഴെയുള്ളയാളിനെ അനുഗ്രഹിക്കുന്നത്. ഇവിടെ അബ്രഹാമിനെ മൽക്കീസദേക്ക് അനുഗ്രഹിച്ചപ്പോൾ അബ്രഹാമിനേക്കാൾ വലിയവനാണ് മൽക്കീസദേക്ക് എന്ന് സ്ഥാപിക്കുകയായിരുന്നു. ഞാൻ ഈ മൽക്കീസദേക്കിനെ ഇവിടെ വിടട്ടെ. നിങ്ങൾ ഈ വിഷയം അല്പം കൂടെ സാവകാശത്തിൽ ചിന്തിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിനോട് ചേർത്ത് നിങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ സമയമെടുക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. നമുക്ക് അടുത്തതായിട്ട് 11 മുതലുള്ള 11ഉം 12ഉം വാക്യങ്ങൾ വായിക്കും. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ
അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശെ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവാകുന്ന വേറെ ഒരു പുരോഹിതൻ മൽക്കീസേദെക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. ഞാൻ ഈ ഭാഗം ഇതിനോടകം വിശദീകരിച്ച് കഴിഞ്ഞ ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യങ്ങളിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ സമ്മറി, ഈ പറയപ്പെടുന്ന ഈ വാക്യങ്ങളിലൊക്കെ ഉള്ള ആശയങ്ങളാണ് ഞാൻ ഇതിനോടകം നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞത്. നമുക്കിനി ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരാം. ഇവിടെ അതിന്റെ 26-ാം വാക്യം നാം നോക്കിയാൽ 26ഉം 27ഉം വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറുവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ നിലയിൽ ആ അധ്യായം അവസാനത്തിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ പറഞ്ഞത് എല്ലാം ഇടയിലുള്ള വാക്യങ്ങളിലെ ആശയങ്ങളാണ്. നാം ഇനി നോക്കിയാൽ നമുക്ക് എങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനാണ് വേണ്ടിയത്. ലേവ്യ പൗരോഹിത്യത്തിന്റെ അർത്ഥശൂന്യത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. ആ പുരോഹിതന്മാരെ കൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല. കാരണം നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ പുരോഹിതൻ എങ്ങനെയുള്ളവനാണ്? 26-ാം വാക്യം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ. ഇത് മൂന്നും സമാന പദങ്ങളാണ്. ഏകദേശം ആശയം ഒന്ന് തന്നെയാണ്. വിശുദ്ധിയുടെ പര്യായം എന്നുള്ള നിലയിൽ കുറ്റമൊന്നും ചൂണ്ടിക്കാണിക്കുവാനില്ലാതെ, കളങ്കമൊന്നും ചൂണ്ടിക്കാണിക്കുവാനില്ലാത്ത പവിത്രനായ ഒരു പുരോഹിതനാണ് നമുക്കുള്ളത്. ഒരു കുറ്റവും ഒരു ന്യൂനതയും ചൂണ്ടിക്കാണിക്കുവാനില്ലാത്ത നിലയിലുള്ള മഹാപുരോഹിതൻ നമുക്കുണ്ട്. അതിന്റെ അടുത്തതായിട്ട് നാം കാണുന്നത്, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. നമ്മുടെ മഹാപുരോഹിതൻ എന്ന് പറയുന്ന ആള് ഇനി ഒരു യാഗവും കഴിക്കേണ്ട ആവശ്യമുള്ള ആളല്ല. പാപികളോട് വേർപെട്ടവൻ എന്ന് പറയുമ്പോൾ നാം ഓർക്കണം, പാപികളിൽ നിന്നും അകന്നു നിൽക്കുന്ന അർത്ഥമല്ല. പാപികളോട് അടുത്തു വന്ന് പാപികളെ സഹായിക്കുന്ന, പാപികളുടെ നിലവിളി കേൾക്കുന്ന, പാപിയെ രക്ഷിക്കുന്ന നിലയിൽ മഹാപുരോഹിതൻ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനാണ് എന്നെയും നിങ്ങളെയും രക്ഷിച്ചത്. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ മഹാപുരോഹിതനാണ്. അവിടെ നാം അടുത്തതായിട്ട് കാണുന്നത്, ആ മഹാപുരോഹിതന്മാരെ പോലെ, ലേവ്യ പുരോഹിതന്മാരെ പോലെ യാഗങ്ങൾ ആണ്ടുതോറും കഴിക്കേണ്ട അവസ്ഥയിലല്ല, എന്നേക്കുമുള്ളതായ യാഗം കഴിച്ചതിന് ശേഷം മഹിമയുടെ സന്നിധിയിൽ ഈ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഇരിക്കുന്നു എന്നുള്ള നിലയിലാണ് നാം അടുത്ത വാക്യം കാണുന്നത്. മൽക്കീസേദെക്ക് എല്ലാവരെയും ഉറക്കുമെന്ന് എനിക്കൊരു സംശയം. എന്നാൽ ഇനിയുമുള്ള ഭാഗം നമുക്ക് അല്പം കൂടെ സന്തോഷം തരുന്ന ഭാഗമാണ്. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കും. 8:1. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആമേൻ. ഇനിയും നമ്മളെ ചൈതന്യപ്പെടുത്തുന്ന നിലയിലാണ്. അതായത് ഓർഡർ അവതരിപ്പിക്കുക. ഇതാണ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ഓർഡർ. ഇതാണ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമാണ് ഈ പൗരോഹിത്യം. ആർക്കും ഒരു ചോദ്യവും ചോദിക്കാൻ വയ്യാത്ത നിലയിലുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ച് മഹാപുരോഹിതനെ പ്രസന്റ് ചെയ്തു. ഇനിയും അടുത്തതായിട്ട് ഇവിടെ പറയുന്നത്, നാം ഈ പറയുന്നതിന്റെ സാരം അല്ലെങ്കിൽ സംഗ്രഹം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനായി, മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ ഒരു മഹാപുരോഹിതൻ നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. ഞങ്ങൾക്ക് മഹാപുരോഹിതൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന യഹൂദ ക്രിസ്ത്യാനികളോട് പറയുന്നു, നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. നമ്മുടെ മഹാപുരോഹിതൻ എവിടെ? മഹിമയുടെ വലത്തുഭാഗത്ത് മഹാപുരോഹിതൻ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമ ഈ ആലയത്തിലേക്ക് നോക്കിയാൽ, നാളത്തെ ക്ലാസ്സിൽ പ്രൊജക്ടറിലെ ഇതിന്റെ കൂടാരത്തിന്റെയും മറ്റു ചിത്രങ്ങളുടെ കാണിച്ച് നിങ്ങളെ കുറച്ച് എളുപ്പം അത് കാണിച്ചു തരാം നാളത്തെ ക്ലാസ്സിൽ. അത് നാളത്തെ ഭാഗത്ത് വരുന്നതാണ്.
ഈ ആലയത്തിലേക്ക് നോക്കിയാൽ, കൂടാരത്തിലേക്ക് നോക്കിയാൽ മഹാപുരോഹിതന് ഇരിക്കാനുള്ള ഇരിപ്പിടം അവിടെ ഇല്ല. മഹാപുരോഹിതന് ഇരിക്കുന്നില്ല. മഹാപുരോഹിതൻ എങ്ങനെ ഇരിക്കാനാ? ഇങ്ങനെ യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വരുന്നു, യാഗം കഴിക്കുന്നു, യാഗം കഴിച്ച് മഹാപുരോഹിതൻ നിൽക്കുക. മഹാപുരോഹിതൻ ഇരിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഇരിക്കാനൊരു ഇരിപ്പിടം ഈ ആലയത്തിൽ ഇല്ല. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ ഇരിക്കുക. എന്തുകൊണ്ടിരിക്കുന്നു? ഇനി ശുശ്രൂഷ ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടിരിക്കുന്നു? ഇനിയും പ്രായശ്ചിത്തം വരുത്തുവാൻ ഒരു യാഗവും അവശേഷിക്കുന്നില്ലാത്തത് കൊണ്ട് ഈ മഹാപുരോഹിതൻ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഇങ്ങനെയുള്ളതാ ഒരു യാഗം അവശേഷിക്കുന്നില്ലാത്തത് കൊണ്ട് മഹിമയുടെ സന്നിധിയിൽ, മഹിമയുടെ വലത്ത് ഭാഗത്ത് ഈ മഹാപുരോഹിതൻ ഇരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഈ മൽക്കീസേദെക്ക് മുതൽ തുടങ്ങിയ വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആശയമാണ് ഞാൻ ഷെയർ ചെയ്യാൻ അടുത്തായിട്ട് പോകുന്നു. ഈ വലത്ത് ഭാഗത്തിന് എന്താ പ്രത്യേകത? മഹിമയുടെ വലത്ത് ഭാഗം എന്ന് പറയുന്നത്, ദൈവവചനം നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വലത്ത് ഭാഗം എന്ന് പറയുന്നത് പല ഭാഗങ്ങൾ നമുക്കിത് കാണുവാൻ കഴിയും. വലത്ത് ഭാഗം എന്ന് പറയും. പുതിയ നിയമ ആശയത്തിലേക്ക് നാം വരുമ്പോൾ ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ മഹിമയുടെ വലത്തു ഭാഗത്ത് ഇരിക്കുന്ന എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം കൊടുത്താണ് ഈ പറയുന്നത്. മഹിമയുടെ വലത്തു ഭാഗത്ത് നമ്മുടെ മഹാപുരോഹിതൻ ഇരിക്കുന്നു. ആ ഇരിപ്പിന് ചില പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഇത് വളരെ പ്രാധാന്യം കൊടുത്ത് പറഞ്ഞേക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? സന്നിധിയും സംഘം എന്ന് പറയുന്ന യഹൂദന്റെ വിസ്താര കോടതിയാണ്. സന്നിധിയും സംഘത്തിൽ 70 പേരുണ്ട്. 70 പേരുള്ളതാണ് സന്നിധിയും സംഘം. അതിന്റെ നടുക്കാണ് മഹാപുരോഹിതൻ ഇരിക്കുന്നത്. മഹാപുരോഹിതന്റെ 2 വശത്ത് 2 എഴുത്തുകാരിപ്പുണ്ട്. റൈറ്റേഴ്സ് ആയിട്ട് 2 പേര് വലത്തും ഇടത്തും, 2 പേര് വലത്തും ഇടത്തും ഇരിക്കുന്നുണ്ട്. ഈ വലത്തും ഇടത്തും ഇരിക്കുന്ന ആളുകളുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, സന്നിധിയും സംഘത്തിന്റെ അല്ലെങ്കിൽ വിസ്താര കോടതിയിലേക്ക് ഒരുവനെ കൊണ്ടുവരുന്നു. അവന്റെ കുറ്റത്തോടുള്ള ബന്ധത്തിൽ, അവന്റെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ പേരുള്ള ചാർജ് ഷീറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഇവൻ ഇന്നത് ചെയ്തു, ഇവന്റെ പേരുള്ള കുറ്റം ഇന്നതാണ്, അതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവന് കൊടുക്കേണ്ട ശിക്ഷ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കണം എന്ന് പറയുമ്പോൾ, ഇവനെ ശിക്ഷിക്കാൻ എന്തെല്ലാം ഉണ്ടോ അതാണ് ഇടതുവശത്തിരിക്കുന്നയാൾ എഴുതുന്നത്. വാദഗതികൾ നടന്നുകൊണ്ട് വിസ്താര കോടതിയിൽ ഇവൻ അനുകൂലമായും പ്രതികൂലമായും വാദഗതികൾ നടക്കുകയാണ്. അങ്ങനെ വാദഗതികൾ നടക്കുമ്പോൾ ഇടതുവശത്ത് എഴുതുന്നത് മുഴുവൻ ഇവന്റെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവന് ഗുണമായിട്ടുള്ള ഒരു കാര്യവും ഇടതുവശത്തിരിക്കുന്ന ആൾ എഴുതുകയില്ല. കാര്യം ഇവനെ ശിക്ഷിക്കണം, ഇവന് ശിക്ഷ കൊടുക്കണം, ഇവനെ ഇങ്ങനെ വിടാൻ പറ്റത്തില്ല എന്നുള്ള നിലയിൽ ശിക്ഷിക്കാനുള്ളതിന്റെ മാത്രം രേഖയാണ് ഈ മഹാപുരോഹിതന്റെ ഇടതുവശത്തിരിക്കുന്നവൻ എഴുതുന്നത്. എന്നാൽ മഹാപുരോഹിതന്റെ വലത്ത് ഭാഗത്ത് വേറൊരാൾ ഇരിക്കുന്നു. അവൻ എഴുതുന്നതോ ഈ ആളിനെ എങ്ങനെ വിട്ടയക്കാം. കുറ്റം ചെയ്തു എന്നുള്ളത് ശരിയാണ്, എന്നാലും വിട്ടയക്കുവാൻ എന്തെങ്കിലും പഴുതുണ്ടോ, ഇവന്റെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അതുകൊണ്ട് ഇവന്റെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുവാൻ എന്ത് കഴിയും എന്നുള്ള നിലയിലുള്ള ഇവന് ഗുണം വരുന്ന കാര്യങ്ങളും എഴുതിക്കൊണ്ടാണ് വലത്തുവശത്തെ ആളിരുന്ന് എഴുതുന്നത്. വിസ്താരം കഴിയുമ്പോൾ മഹാപുരോഹിതൻ ഈ രേഖകൾ പരിശോധിച്ചു. വലതുവശത്തെ ആളിന്റെ രേഖയുടെ അടിസ്ഥാനത്തിൽ അതാണ് പ്രാധാന്യമെങ്കിൽ അതിന്റെ വെളിച്ചത്തിൽ ഈ കുറ്റവാളിയെ കുറ്റവിമുക്തനാക്കി വിടുകയാണ്. അവന്റെ പേരിൽ കുറ്റം ചുമത്താതെ അവനെ വെറുതെ വിടുകയാണ്. ഇന്ന് രാത്രികാലം മഹിമയുടെ വലത്തുഭാഗത്ത് ഒരുവൻ നമുക്ക് വേണ്ടി ഇരിക്കുകയാണ്. നമുക്കെതിരായ ചാർജ് ഷീറ്റുകൾ വരുമ്പോൾ അവൻ അത് ചെയ്തു, അവൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഊടാടി നടക്കുന്ന പിശാച് എനിക്കും നിങ്ങൾക്കും എതിരായി ദൈവസന്നിധിയിൽ ഓരോ ചാർജ് ഷീറ്റുമായിട്ട് ചെല്ലുമ്പോൾ, അവൻ എന്റെ രക്തത്തിന്റെ വിലയാണ്, അവനെ ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട്, വെട്ടിക്കളയരുത് ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട്, അവൻ അല്പം കൂടെ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്പം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഫലം കായ്ക്കുവാൻ അല്പം കൂടെ സമയം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പക്ഷപാതം ചെയ്തുകൊണ്ട് ഈ മഹാപുരോഹിതൻ ഇരിക്കുകയാണ്. ഈ മഹാപുരോഹിതൻ വെറുതെ ഇരിക്കുകയല്ല. യാഗം കഴിഞ്ഞു, ശരിയാണ്, ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ലെന്നുള്ളത് ശരിയാണ്. പക്ഷെ മഹാപുരോഹിതന്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഈ മഹാപുരോഹിതൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഹരോന്യ പുരോഹിതന്മാർക്ക് കഴിയാത്തത്, ലേവ്യ നിയമങ്ങൾക്ക് കഴിയാത്തത്, ലേവ്യ യാഗങ്ങൾക്ക് കഴിയാത്തത് എല്ലാം സാധിപ്പിച്ചാണ് മഹിമയുടെ സന്നിധിയിൽ ഈ മഹാപുരോഹിതൻ ഇരിക്കുന്നത്. അതിനുശേഷവും ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നെടുത്തു, എങ്കിലും നിങ്ങൾ ലോകക്കാരല്ല എന്ന് പറഞ്ഞ കർത്താവ്, ലോകാവസാനത്തോളവും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവ്
എങ്കിലും നാം പാപം നിറഞ്ഞ ലോകത്തിലാണ് നാം വസിക്കുന്നതെന്ന് അറിയുന്ന കർത്താവ്, ദിവസവും തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്ന കർത്താവ്, പാപമെങ്കിലുമായ ലോകത്തില് പാപം നമ്മളെ പിടികൂടാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന കർത്താവ്, വില കൊടുത്ത് വാങ്ങിയവൻ അവനാണ്. എന്നെയും നിങ്ങളെയും ശത്രു ഉന്നമിടുമ്പോൾ, എന്നെയും നിങ്ങളെയും താളടിയാക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ, എന്റെ രക്തത്തിന്റെ വിലയാണെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാപുരോഹിതൻ മഹിമയുടെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഇവനെ മറികടക്കുവാൻ, ഈ മഹാപുരോഹിതനെ മറികടക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. ദൈവത്തിന്റെ പൊന്നോമന കുമാരൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവസാനത്തെ രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കിക്കൊടുത്തു. ഈ പാപമംഗലമായ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. പ്രായശ്ചിത്തമായി ചേർന്ന ദൈവപുത്രൻ, അവൻ പറയുന്നത് കേൾക്കാതിരിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന് നാം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഈ മഹാപുരോഹിതൻ ഇവിടുന്ന് എഴുന്നേക്കത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആവശ്യം വന്നാൽ ഈ മഹാപുരോഹിതൻ എഴുന്നേക്കും. ദൈവത്തിന് സ്തോത്രം. ആവശ്യം വന്നാൽ, ഒരു ദൈവ പൈതൽ പ്രതിസന്ധിയിലാകുമ്പോൾ, ഒരു ദൈവ പൈതൽ കടുത്ത വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അവനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് എഴുന്നേൽക്കുന്ന പുരോഹിതനാണ് ഈ മഹാപുരോഹിതൻ. സംശയമുണ്ടോ? സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ, സ്തേഫാനോസിനെതിരായിട്ട് ശത്രുക്കൾ ചുറ്റും നിന്ന് കല്ലെറിയുമ്പോൾ, ദൈവമേ ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, സ്വർഗത്തിലെ സിംഹാസനത്തിന്റെ അടുത്ത് ഈ ദൈവകുമാരൻ, ഈ മഹാപുരോഹിതൻ എഴുന്നേറ്റ് നിൽക്കുന്ന മനോഹരമായ ദർശനം സ്തേഫാനോസ് കണ്ടു. ദൈവപൈതലെ, ഇന്ന് രാത്രികാലം എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും, നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന വിധത്തിൽ, നിങ്ങളെ കരം പിടിച്ചു നടത്തുന്ന നിലയിൽ ഈ മഹാപുരോഹിതൻ മഹിമയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ള ചിത്രം നിങ്ങൾ കാണണം. ലേവ്യ പുരോഹിതന്മാർക്ക് കഴിയാത്തത് ഈ മഹാപുരോഹിതന് സാധ്യമാണ്. ലേവ്യ പുരോഹിതന്മാർക്ക് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു മഹാപുരോഹിതനാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ പ്രായശ്ചിത്തം അവൻ ചെയ്തു കഴിഞ്ഞു. നാം ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അനുദിന ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നാം പാപത്തിലേക്ക് വഴുതി പോകുമ്പോൾ, ലംഘനങ്ങളിൽ നാം അകപ്പെടുമ്പോൾ, അതിന് ന്യായീകരണം കണ്ടെത്തുകയല്ല വേണ്ടിയത്. മഹിമയുടെ സന്നിധിയിലിരിക്കുന്ന, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവപുത്രനോട് ഞാൻ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുവാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടിയത്. എങ്കിൽ നമ്മളെ വിടുവിക്കുവാൻ സ്വർഗത്തിന് കഴിയും. നീതീകരണം കൊണ്ട് ഒരു കാര്യവുമില്ല. നാം നമ്മെ തന്നെ നീതീകരിച്ചാൽ നീതീകരിക്കപ്പെടുകയില്ലെന്ന് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്നത്തെ ആത്മീയഗോളത്തിൽ നടക്കുന്നത് കൂടുതലും തെറ്റ് പരസ്യമായി പിടിക്കപ്പെട്ടാൽ പോലും, ഗുരുതരമായ തെറ്റുകൾ പരസ്യമായി പിടിക്കപ്പെട്ടാൽ പോലും അതിന് പിന്നെ ന്യായീകരണം പറയുകയാണ്. അതിന് വേദപുസ്തകത്തിൽ നിന്നും കഥാപാത്രങ്ങളെ തെളിവായിട്ടൂടെ കൊണ്ടുവരും. ദാവീദിന് അങ്ങനെ സംഭവിച്ചില്ലേ? ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനല്ലേ? എന്തിനിത്രയും വ്യാഖ്യാനിക്കാൻ പോണു? ദൈവമേ എനിക്ക് തെറ്റുപറ്റി, ദൈവമേ എനിക്ക് അബദ്ധം പറ്റി, അല്ലെങ്കിൽ ദൈവമേ ഞാൻ ഉദ്ദേശിക്കാത്തത് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൃപാസനത്തിന്റെ മുമ്പിലേക്ക് വന്നാൽ നമ്മളെ വെറുതെ വിടുകയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആ കൃപാസനത്തെ കുറിച്ച് ഉയർത്തിയതാണ്. ഈ കൃപാസനം പാപികളെ സഹായിക്കുന്ന കൃപാസനമാണ്. നമ്മുടെ മേൽ കൃപ പകരുവാൻ, നമ്മുടെ മേൽ കൃപ ചൊരിയുവാൻ മതിയായ ആ കൃപാസനത്തിൽ ഇപ്പോഴും കൃപയുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. മഹിമയുടെ സന്നിധിയിൽ ഇരിക്കുന്ന മഹാപുരോഹിതൻ, ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഈ 8-ാം അധ്യായം നാം നോക്കിയാൽ, ഈ 8-ാം അധ്യായത്തിൽ മാറിപ്പോകുന്ന കവനന്റ് അല്ലെങ്കിൽ നിയമം എന്നുള്ളതാണ്. പഴയ നിയമം എന്ന് പറയുന്നത് മാറിപ്പോകുന്നു, പുതിയ നിയമം വരികയാണ്. കാരണം പഴയ നിയമത്തിന് അല്ലെങ്കിൽ ലേവ്യ യാഗങ്ങൾക്കും അതിന്റെ പ്രമാണങ്ങൾക്കും സാധിക്കാതിരുന്നത്, അതിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു കവനന്റ് നമ്മുടെ മുമ്പിൽ വരികയാണ്. യേശുക്രിസ്തു മുഖേന അവതരിപ്പിക്കുന്ന കവനന്റ്, അല്ലെങ്കിൽ യേശുക്രിസ്തു മുഖേന പഴയതിനെ നീക്കിയിട്ട് പുതുക്കിയ കവനന്റ് അല്ലെങ്കിൽ പുതിയ നിയമം ഈ നാം 8-ാം അധ്യായത്തിൽ കാണുകയാണ്. അവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. പഴയത് എന്തുകൊണ്ട് മാറേണ്ടി വന്നു എന്നുള്ളത്, പഴയത് പരാജയപ്പെട്ടത് കൊണ്ട് അത് മാറേണ്ടി വന്നു. പഴയ നിയമത്തിലെ ന്യായപ്രമാണം കാര്യങ്ങൾ പാപിയെ രക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ട് അത് മാറേണ്ടി വന്നു. അതുകൊണ്ടൊരു പുതിയ നിയമം ആവശ്യമായി വന്നു എന്നുള്ളതാണ്. ആ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ആ 5-ാം വാക്യമായി, കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇവിടെ കൂടാരത്തിന്റെ കാര്യങ്ങൾ മോശയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന ദൃഷ്ടാന്തത്തിലേക്ക് വരികയാണ് അടുത്തതായിട്ട്.
മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചിട്ടാണ് ദൈവം സമാഗമന കൂടാരത്തിന്റെ പണിയെക്കുറിച്ചുള്ളതായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. എങ്ങനെ അത് പണിയണം, ഏതളവിലാണ് കാര്യങ്ങൾ ഉണ്ടാകേണ്ടത്, ഇതെല്ലാം മോശയ്ക്ക് പർവ്വതത്തിൽ കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ്. പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃകയ്ക്ക് അല്പം പോലും വ്യത്യാസം വരുത്താതെയാണ് ബെസലേലും ഒഹോലിയാബും ഈ ആലയത്തിന്റെ പണി പൂർത്തിയാക്കുന്നത്. പർവ്വതത്തിൽ കാണിച്ച മാതൃക, അതാണ് നിർദ്ദേശം. മോശയെയും പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം കൂടാരം ചമയ്ക്കണം എന്നുള്ളതാണ്. എന്നാൽ ഈ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരമുള്ളതായ ഈ കൂടാരം ഇതൊരു നിഴലായിരുന്നു എന്നുള്ളതാണ് വിഷയം. ഇതൊരു നിഴലാണ്. സാക്ഷാത്തായത് വരുവാൻ പോകുന്നതേ ഉള്ളൂ. ഈ കൂടാരത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾ എല്ലാം നിഴലാണ്, ഷാഡോസ്. ഇതെല്ലാം നിഴലായി നിൽക്കുകയാണ്. സാക്ഷാത്തായ ശുശ്രൂഷ വരുന്നതേ ഉള്ളൂ. കാരണം ഈ കൂടാരത്തിൽ യാഗം നടക്കുന്നു. അത് യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഈ കൂടാരത്തിൽ മഹാപുരോഹിതൻ ശുശ്രൂഷിക്കുന്നു. അത് യേശുക്രിസ്തുവാകുന്ന മഹാപുരോഹിതനിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇവിടെ ആരാധന നടക്കുന്നു. അത് നിത്യതയിൽ നടക്കുന്ന ആരാധനയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ആരാധന പോലും വാസ്തവത്തിൽ നിഴലാണ്. നാം അത് ഓർക്കണം. നമ്മുടെ ആരാധന ഒരു നിഴലാണ്. ഒരു നിഴലായിട്ട് നാം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം ആരാധിക്കുകയാണ്. എന്നാൽ നമ്മുടെ നിത്യതയിലെ ആരാധന ഇങ്ങനെയല്ല. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നിത്യതയിലും ആരാധനയാണ്. ഇവിടെ നമുക്ക് ആരാധിക്കാൻ മടിയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. കാര്യം അവിടെ ആരാധനയേ ഉള്ളൂ. ഇവിടെ ആരെങ്കിലും സഹോദരനോ സഹോദരിയോ ഹല്ലേലൂയായും സ്തോത്രവും ഉച്ചത്തിൽ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ചെവി അടയ്ക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കരുത്. അവിടെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഹല്ലേലൂയ മുഴങ്ങുന്ന സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്കിതൊക്കെ അലർജിയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കരുത്. അതിനു മുമ്പ് കാര്യങ്ങൾ ക്രമീകരിക്കണം. നമ്മുടെ നിത്യത എന്ന് പറയുന്നത് ആരാധന മാത്രമാണ്. അവിടെ എങ്ങനെയുള്ള ആരാധന? കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു, സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും നീ ഞങ്ങളെ വിലക്കി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കവിണ്ണു വീണ് ആരാധിക്കുന്ന ആരാധനയുടെ മനോഹരമായ രംഗം വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആരാധനയോടെ തുടങ്ങുന്ന സമയത്ത് സിംഹാസനം അവിടെയുണ്ട്. അതിനടുത്ത് 4 ജീവികൾ നിൽപ്പുണ്ട്. അതിനടുത്ത് മൂപ്പന്മാർ, 24 മൂപ്പന്മാർ തലയിൽ കിരീടങ്ങളും വെച്ചുകൊണ്ടിരിക്കുക. അല്പനേരെ കിരീടവും വെച്ചുകൊണ്ട് ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. നല്ല ഉറച്ചിരിക്കുകയാണ്, കസേരയിൽ ഇരിക്കുക. പക്ഷെങ്കിൽ അവിടെ ആരാധന ഒരു സൈഡ് സ്റ്റാർട്ട് ചെയ്തു. ജീവികൾ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. ആരാധിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മൂപ്പന്മാരുടെ തലയിലിരുന്ന കിരീടങ്ങൾ ഇളകി. കാരണം ഈ കിരീടവും വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല. ഈ ആരാധനയ്ക്ക് യോഗ്യനായവന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ആരാധനയുടെ ചിത്രം മാറി. അവർ കിരീടങ്ങളെ എടുത്ത് താഴെ വെച്ചു. താഴെ വെച്ചതിന് ശേഷം സിംഹാസനത്തിന്റെ മുമ്പിൽ അവർ കവിണ്ണു വീണു. സിംഹാസനത്തിന്റെ മുമ്പിൽ ഈ മൂപ്പന്മാർ കവിണ്ണു വീണ് കഴിഞ്ഞപ്പോൾ സൈന്യങ്ങളുടെ യഹോവേ എന്ന് പറഞ്ഞു അവിടെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സാറാഫുകൾ ഒരു സൈഡിൽ അത് പറയുമ്പോൾ, കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു, സകല ഗോത്രങ്ങളിൽ നിന്നും സകല ഭാഷകളിൽ നിന്നും നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ആരാധനയ്ക്ക് യോഗ്യൻ നീയാണ്, ആരാധനയ്ക്ക് യോഗ്യൻ നീ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരാധനയോടെ നടക്കുകയാണ്. നിങ്ങൾ ആ വെളിപ്പാട് പുസ്തകം 6-7 അധ്യായങ്ങൾ നോക്കിയാൽ ആരാധന പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ ജീവികൾ ആരാധനയ്ക്ക് തുടക്കമിട്ടു, മൂപ്പന്മാർ അതിനോട് ചേർന്നു. മൂപ്പന്മാർ അതിനോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ദൂതസംഘം ആരാധനയിൽ പങ്കുചേർന്നു. എണ്ണിക്കൂടാതെ വണ്ണമുള്ള ദൂതന്മാർ അവരും ഈ ആരാധനയിൽ പങ്കുചേർന്നു. ദൈവമക്കളെ, സ്വർഗത്തിൽ ഇതുപോലെ ആരാധന മുഖരിതമാണ് അന്തരീക്ഷമെന്ന് നാം ഓർക്കണം. നാം അവിടെ ചെന്നാലും ആരാധനയാണ്. ആരാധിച്ചു ദൈവപുത്രനെ നേരെ കണ്ടുകൊണ്ട് നാം ആരാധിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നൊരു ഷാഡോ അല്ലെങ്കിൽ നിഴലായിട്ട് നാം ആരാധിക്കുമ്പോൾ ഇത്രമാത്രം സന്തോഷം നമുക്കുണ്ടെങ്കിൽ നിത്യതയിൽ നമ്മുടെ കർത്താവിനെ മുഖാമുഖം കണ്ടുകൊണ്ട്, എന്നെ രക്ഷിച്ച കർത്താവിനെ കണ്ടുകൊണ്ട്, എന്നെ വീണ്ടെടുത്ത കർത്താവിനെ കണ്ടുകൊണ്ട്, ജയകരമായി ഓരോ ദിവസവും എന്നെ നടത്തുന്ന കർത്താവിനെ കണ്ടുകൊണ്ട്, എന്റെ ആവശ്യങ്ങളിനോട് കൂട്ടാളിയായിരിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട്, എനിക്ക് വേണ്ടി രക്തം നൽകിയ കർത്താവിനെ കണ്ടുകൊണ്ട്, എനിക്ക് വേണ്ടി മുൾമുടി ഏന്തിയ കർത്താവിനെ കണ്ടുകൊണ്ട് അവിടെ നമുക്ക് എങ്ങനെ മിണ്ടാതിരിക്കുവാൻ കഴിയും? അതുകൊണ്ടാണ് ശബ്ദം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. നിത്യതയിൽ ആരാധനയാണ് നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം അവിടെ നോക്കുമ്പോൾ പഴയ നിയമത്തിലെ നിയമം അല്ലെങ്കിൽ പഴയ നിയമം പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് പുതിയ നിയമവും അതിൻ്റെതായ ക്രമത്തിലുള്ള പൗരോഹിത്യവും ഒക്കെ ആവിർഭവിക്കേണ്ടി വന്നത് എന്നുള്ളത് നാം കാണും. അവിടെ പറയുന്ന 6-7 വാക്യങ്ങൾ വായിക്കാം. 6-7 വാക്യങ്ങൾ 8.
വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. മതി. അടുത്തതായിട്ട് കർത്താവിനെ പരിചയപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ. മധ്യസ്ഥൻ യേശുക്രിസ്തു നമുക്ക് മധ്യസ്ഥനാണ്. യേശുക്രിസ്തു നമുക്ക് മഹാപുരോഹിതനായിരിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് മധ്യസ്ഥനായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അടുത്ത കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, നിയമത്തിന്റെ മധ്യസ്ഥൻ കർത്താവാണ്. ഈ മധ്യസ്ഥത എന്ന് പറയുന്നതിനോടുള്ള ബന്ധത്തിൽ യവന ചിന്താഗതിയിൽ 60 വയസ്സ് കഴിഞ്ഞ യവനന്മാർ അല്ലെങ്കിൽ ഗ്രീക്കുകാർ ആ ആശയത്തിലാണ് ഇത് വരുന്നത്. 60 വയസ്സ് കഴിഞ്ഞ ഗ്രീക്കുകാരുടെ ഒരു സംഘമുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ ആ സംഘത്തിൽ പെടും. സീനിയർ സിറ്റിസൺസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഈ 60 വയസ്സ് കഴിഞ്ഞ ആ സീനിയർ സിറ്റിസൺസിന്റെ ജോലി താഴെയുള്ള പ്രായത്തിലുള്ള ആളുകൾ വിഷയങ്ങൾ ഉണ്ടാക്കിയാൽ, തർക്കങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കുന്ന ജോലിയാണ്. ഇവർ മധ്യസ്ഥന്മാരാണ്. അതായത് ഒരു മനുഷ്യൻ ഒരുത്തനോട് കടം വാങ്ങി ഇവൻ തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതായ വിഷയം വന്നാൽ ഇവരുടെ മുമ്പിലേക്ക് പോകും. കോടതിയിൽ പോകുന്നതിന് പകരം മധ്യസ്ഥന്മാരുടെ മുമ്പിലേക്ക് പോകും. മധ്യസ്ഥന്മാർ അവരെ ഇരുത്തി സംസാരിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കും. ചിലപ്പോൾ ഈ മധ്യസ്ഥന്മാർ തന്നെ ഇവരുടെ കടം അവരുടെ കയ്യിലുള്ളത് കൊടുത്ത് ഈ കടം വീട്ടി പരിഹരിച്ച വിഷയം രമ്യമായി പറഞ്ഞുവിടും. ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങൾ ഗ്രീക്ക് സംസ്കാരത്തിലുണ്ട്. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു മധ്യസ്ഥന്റെ റോളിലാണ്. മധ്യസ്ഥൻ എന്താണ് ചെയ്യുന്നത്? രണ്ട് ഭാഗങ്ങളെ ഒരേ നിലയിൽ ഇരുത്തി സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിക്കുന്ന, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തെ പരിഹരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ജോലിയാണ് ഒരു മധ്യസ്ഥൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളെയും രമ്യപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ഒരു മധ്യസ്ഥന്റെ റോള്. വീണ്ടും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മഹിമയുടെ സന്നിധിയിൽ ഇരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നതും കൂടെ ഉണ്ട്. നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന കർത്താവ് നമ്മുടെ മഹാപുരോഹിതൻ വെറുതെ ഇരിക്കുകയല്ല, ശുശ്രൂഷ തികച്ചു എന്നുള്ളത് ശരിയാണ്. കാൽവറിയിൽ യാഗമായതോടുകൂടി പ്രായശ്ചിത്തമായി തീർന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിനോട് ചേർന്ന് വീണ്ടും മഹിമയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, മഹിമയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് 13-ാം വാക്യം കൂടെ വായിക്കാം. ആ അധ്യായത്തിൽ തന്നെ 13-ാം വാക്യം. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഇതൊരു പ്രവചനം പോലെ ഈ വാക്യം പറയുകയാണ്. പ്രവചനം പോലെയാണ് ഈ ലേഖനം എഴുതുമ്പോൾ. അതായത് എബ്രായ ക്രിസ്ത്യാനികൾ, നിങ്ങൾ ഓർക്കണം, ഞാൻ ആരംഭ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഇവര് ആലയത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ച ആളുകളാണ്. ആലയത്തിലെ യാഗവും ആലയത്തിലെ നിലവിളക്കും ആലയത്തിലെ സംവിധാനങ്ങളും മഹാപുരോഹിതനും ഒക്കെയാണ് ഇവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ അക്ഷരികമായി ദേവാലയം നിലവിലുണ്ട്. എന്നാൽ ഈ ലേഖനം എഴുതുമ്പോൾ ദേവാലയം നിലവിലുണ്ട്. ദേവാലയത്തിൽ മഹാപുരോഹിതനുണ്ട്. ദേവാലയത്തിൽ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. അതിനെ ഈ ലേഖകൻ വിളിക്കുന്നത് ഇങ്ങനെയാണ്: പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പഴയ നിയമം അത് പഴയതായിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന യാഗവ്യവസ്ഥകൾ പഴയതായിരിക്കുന്നു. അതിലെ ആരാധനാ വ്യവസ്ഥകൾ പഴയതായിരിക്കുന്നു. എന്നാൽ അതിനെന്ത് സംഭവിക്കും? ജീർണിക്കുന്നതും എല്ലാം, പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ദേവാലയം നഷ്ടപ്പെടുവാൻ സമയം അടുത്തിരിക്കുന്നു. അഹരോന്യ പൗരോഹിത്യം ഭൂമിയിൽ നിന്നും കർത്താവിനാൽ അത് നീക്കപ്പെട്ടു എങ്കിലും ഇവരുടെ മുമ്പിൽ ഇപ്പോഴും അത് കാണാനുണ്ട്. എന്നാൽ അത് ജീർണിച്ച അവസ്ഥയിലാണ്. ജീർണിച്ചത് മാറുവാൻ സമയമായി. ആരാധനയിലെ വ്യവസ്ഥിതികൾ മാറുവാൻ സമയമായി. കൂടാരം ഈ ആലയം നീങ്ങിപ്പോകുവാൻ സമയമായി. ജീർണിച്ചതെല്ലാം നീങ്ങിപ്പോകുവാൻ സമയമായി. പുതിയ നിയമത്തിന്റെ കീഴിൽ ഈ സംവിധാനങ്ങളൊന്നും പ്രസക്തി ഇല്ലാതായിട്ടും ജനങ്ങൾ അവിടേക്കാണ് പിന്നെയും പോകുന്നത്. എന്നാൽ ജീർണിച്ച അവസ്ഥയിൽ ഇരിക്കുന്ന ഈ വിഷയങ്ങൾ മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം സാക്ഷാത്തായത് വെളിപ്പെട്ട് കഴിഞ്ഞിട്ടും മനുഷ്യൻ ഈ പഴയതിന്റെ പുറകെ നടക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു മുഖേനയുള്ളതായ രക്ഷ എന്ന് പറയുന്നത് ആസ്വദിച്ചതായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ അറിവ് ലഭിച്ച കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ഇത് കേട്ടിട്ടും ഹൃദയം തുറന്നു കൊടുക്കുവാൻ കഴിയാത്തവർ വീണ്ടും പഴയ ജീർണതയിൽ തുടരുകയാണ്. പഴയ ആരാധനാ സംവിധാനത്തിൽ അവർ തുടരുകയാണ്. ഈ മഹിമയുടെ സന്നിധിയിലിരിക്കുന്ന
മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന പിതാവുമായി ഈ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെടുവാൻ അവരുടെ ഹൃദയം തുറന്നു കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ജീർണിച്ച ആരാധനാ സംവിധാനം കൊണ്ട് നടക്കുകയാണ്. ഈ ജീർണിച്ച ആരാധനാ സംവിധാനങ്ങൾ, ജീർണിച്ച യാഗ വ്യവസ്ഥിതികൾ, ഇതൊക്കെ മാറുവാൻ കാലമായി. കാഹളം ധ്വനിക്കുവാൻ കാലമായി. യെരുശലേം ദേവാലയം പോയി AD 70 തീത്തൂസ് കൈസർ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ലെന്ന്. അത് തന്നെ സംഭവിച്ചു. ചരിത്രം അറിയാം, നിങ്ങൾക്കറിയാം. തീത്തൂസ് കൈസർ യെരുശലേം ദേവാലയത്തിന് തീയിട്ടതിന് ശേഷം അതിനെ അവസാനം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോലെ പൂട്ടി ഉഴുതു മറിക്കുന്നത് പോലെ ദേവാലയം ഇരുന്ന മണ്ണും കൂടെ ഉഴുതു മറിക്കുന്ന അവസ്ഥയിൽ സമ്പൂർണമായിട്ട് ദേവാലയത്തെ നീക്കിക്കളഞ്ഞ ചരിത്രമാണ് AD 70 നടന്നത്. എന്നാൽ ഞാൻ പറഞ്ഞത് ആ ദേവാലയത്തിന്റെ കാര്യമല്ല ഇപ്പോൾ പറഞ്ഞത്. ജീർണിച്ച സംവിധാനങ്ങളുമായി ആളുകൾ നടക്കുകയാണെന്നും സാക്ഷാത്തായ ക്രിസ്തുവിനെ നാം ഉയർത്തി കാണിക്കുമ്പോഴും ഈ ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ മടിക്കുന്ന, ഈ ക്രിസ്തു മുഖേനുള്ള രക്ഷയിലേക്ക് വരുവാൻ മടിക്കുന്ന ആളുകൾ ഇന്നും ജീർണിച്ച ആരാധനാ വ്യവസ്ഥിതിയുമായി നടക്കുകയാണ്. ഇന്ന് രാത്രികാലം നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് യാദൃശ്യമായിട്ടല്ല. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളിൽ ഭൂരിപക്ഷവും കർത്താവായ യേശു ക്രിസ്തുവുമായി നല്ല സജീവമായ ബന്ധമുള്ളവരാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന് രാത്രികാലം കർത്താവുമായി വാസ്തവമായ ബന്ധത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ശരിയായ ആരാധനയെക്കുറിച്ച് ബോധവാനായിട്ടില്ലെങ്കിൽ, ആരാണ് യഥാർത്ഥമായ ആരാധന പുരുഷൻ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ പൗരോഹിത്യവും അതിൻ്റെതായ വർണ്ണ വസ്ത്രങ്ങളും ഒക്കെ തിളക്കമുള്ളതായി നിൽക്കുന്നെങ്കിൽ താഴെ വയ്ക്കൂ. ഈ മഹിമയുടെ സന്നിധിയിലിരിക്കുന്ന പുത്രനെ സ്വീകരിക്കൂ. ഇന്ന് രാത്രികാലം രക്ഷയുടെ ദിവസമായി നിങ്ങൾക്കിത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിന് മുമ്പാകെ ശോധന ചെയ്യുക. ജീർണിച്ചായ യാഗ വ്യവസ്ഥിതികൾ, ജീർണിച്ച ആരാധന വ്യവസ്ഥിതികൾ മാറുവാൻ സമയമായി. കാഹളം ധ്വനിക്കുവാൻ സമയമായി. നിത്യതയിൽ ചേർക്കപ്പെടുവാൻ സമയമായി. നിത്യ കൂടാരത്തിൽ ആരാധനയിൽ ബന്ധപ്പെടുവാൻ സമയമായി. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ കണ്ടുകൊണ്ട് ഒന്നിച്ച് ആരാധിക്കുവാൻ സമയമായി. മേഘങ്ങളിൽ കരേറുവാൻ സമയമായി. ഒരുങ്ങിയിട്ടുണ്ടോ സഹോദര സഹോദരി? ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആശ
വരും, നിശ്ചയമാണ്. സ്തോത്രം. കേട്ടതായ വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിലെ ക്ലാസ്സുകളെ കർത്താവ് വീണ്ടും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി, ദൈവമക്കളുടെ മടക്കയാത്രയിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.